2025 മെയ് 15 ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ്. ഒരു കൊല്ലം വ്യാഴം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് രാശിക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയാൻ പോകുന്നത് ഇടവം രാശിക്കാരുടെ ഫലമാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഇടവം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. പ്രസൻ്റ്ലി ഇടവം രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിലാണ്. ജന്മത്തിലെ വ്യാഴം ദുരിതമാണ്. ഈ ജന്മത്തിലെ വ്യാഴമാണ് രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നത്. രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ധനം, വാക്ക് എന്നതിനെല്ലാം നമ്മൾ ചിന്തിക്കുന്നതായ സ്ഥാനമാണ്. വ്യാഴം 2ലേക്ക് വരുമ്പോൾ ധനപരമായ പുഷ്ടി സ്വാഭാവികമായും ഉണ്ടാവും. ധനപരമായ ഉയർച്ചയുണ്ടാവും. ജോലിയിൽ ഉയർച്ചയുണ്ടാവും. ജോലിയൊക്കെ തേടി നടക്കുന്നതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ളതായ ഒരു സമയമാണ് 2ൽ വ്യാഴം എത്തുമ്പോഴുള്ളതായ സമയം. അതുവഴി ധനപരമായ ഉയർച്ചയാണ് മെയിനായിട്ട് 2ലെ വ്യാഴം കൊണ്ട് പറയാനുള്ളത്. അതായത് ഒരു സ്ഥിര വരുമാനമില്ലാത്തതായ ഇടവം രാശിക്കാർക്ക് സ്ഥിര വരുമാനം കിട്ടാൻ സാധ്യതയുള്ളതായൊരു അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും വ്യാഴം 2ലേക്ക് മാറുന്നതായ സമയം. അതുമാതിരി തന്നെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബിസിനസ് തുടങ്ങാനും അത് വിജയത്തിലേക്ക് എത്തിക്കാനും കഴിയുന്നതായൊരു സമയമായിരിക്കും വ്യാഴം 2ൽ നിൽക്കുന്നതായ സമയം. വിദേശത്തൊക്കെ പോകാനും ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിദേശത്ത് പോകാനും വിദേശവാസത്തിന് കഴിയാനും അവിടെ ഒരു ജോലി തേടി കണ്ടുപിടിക്കാനും അതുകൊണ്ട് ഉന്നതി ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ് 2ലെ വ്യാഴം കൊണ്ട് ഇടവം രാശിക്കാർക്ക്. അതുപോലെ തന്നെ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നതായ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതായ ബിസിനസ്സിൽ പ്രോഫിറ്റുകൾ കൂട്ടാനും അതുമാതിരി അത് പുഷ്ടിപ്പെടുത്താനും അത് വിപുലീകരിക്കാനും പറ്റുന്നതായൊരു സമയമായിരിക്കും വ്യാഴം 2ൽ നിൽക്കുമ്പോൾ. സാമ്പത്തികമായ ഉന്നതി ഉറപ്പായി ഉണ്ടാകുന്നതായൊരു സമയമായിരിക്കും. അതുപോലെ തന്നെ ജോലി ഓൾറെഡി ഉള്ളതായ ആളുകളെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പാക്കേജോടുകൂടി പുതിയ കമ്പനികളിലേക്ക് മാറാനും പ്രമോഷൻ കിട്ടാനും ഉയർച്ചയൊക്കെ ഉണ്ടാവാനും പറ്റുന്നതായൊരു സമയമായിരിക്കും 2ലെ വ്യാഴം കൊണ്ട്. ഇപ്പോൾ ഇടവം രാശിക്കാർക്ക് ജന്മവ്യാഴമാണ് നടക്കുന്നത്. ജന്മവ്യാഴം കൊണ്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. ധനപരമായ ഒരുപാട് ക്ലേശം, അതുമാതിരി തന്നെ ജോലിയൊക്കെ തേടി നടക്കുന്നവരാണെങ്കിൽ അലഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് റിസൾട്ട് ഉണ്ടാവാണ്ടിരിക്കാം. ഉള്ള ജോലിയാണെങ്കിൽ പോകുന്നതിൻ്റെ വക്കിൽ വരാത്ത അല്ലെങ്കിൽ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വഴക്കുകളൊക്കെ ഉണ്ടാവുക. അതുമാതിരി പാഴ്ചെലവുകൾ ചില്ലറയാണെങ്കിലും ചില്ലറ രീതിയിൽ നിന്നാണെങ്കിലും രോഗദുരിതങ്ങൾ വന്ന് ഹോസ്പിറ്റൽ വാസം അതുവഴി പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ജന്മവ്യാഴത്തിൻ്റെ സമയം. അതുമാതിരി പൊതുജന മധ്യത്തിൽ നമ്മൾ അപമാനിക്കപ്പെടുക, വാക്കുമൂലം അപമാനിക്കപ്പെടുക മറ്റുള്ളവരുടെ. അതുപോലെ തന്നെ ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ വരിക, ശത്രുക്കളുടെ പ്രവർത്തികൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുക, ഇതെല്ലാം ജന്മവ്യാഴം കൊണ്ട് ഉണ്ടാകുന്നതായ കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദ്യയിൽ മാന്ദ്യം ഉണ്ടാവുക, അവർ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, മത്സര പരീക്ഷകളിലൊക്കെ വിചാരിച്ച വിജയം കിട്ടാണ്ടിരിക്കുക, ഇതെല്ലാം ജന്മവ്യാഴം കൊണ്ട് ഉണ്ടാവാം. അതുമാതിരി തന്നെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, അത് പൊതുവെ ഒരു സുഖക്കുറവ് ജന്മത്തിലെ വ്യാഴം കൊണ്ട് അവർ അനുഭവിക്കുന്നുണ്ടാവും. അതുമാതിരി തന്നെ ചെറിയ രീതിയിലാണെങ്കിലും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചെറിയ ഹോസ്പിറ്റൽ വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ബുദ്ധിമുട്ടുകൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം ഈ ജന്മത്തിലെ വ്യാഴം കൊണ്ട് ഇപ്പോൾ ഇടവം രാശിക്കാർ അനുഭവിക്കുന്നുണ്ടാവും. ഈ ബുദ്ധിമുട്ടുകളെല്ലാം വ്യാഴം 2ലേക്ക് മാറുമ്പോൾ മാറിപ്പോവുമെന്നുള്ളതാണ് കഥ വരുന്നത്. അതുമാത്രമല്ല നല്ല ധനപുഷ്ടി ഉണ്ടാവും. അതുമാതിരി ബഹുമാനം ഉണ്ടാവും. നമ്മുടെ ലൈഫ് തന്നെ മറിയും 2ലെ വ്യാഴം കൊണ്ട്. ജോലിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായ കർമ്മം, നമ്മുടെ കർമ്മരംഗത്ത് നമുക്ക് വളരെയധികം പുഷ്ടിയും ഉന്നതിയും ഉണ്ടാവും. നമ്മൾ അംഗീകരിക്കപ്പെടും. അതായത് ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനാണെങ്കിൽ, ഇപ്പോൾ ഒരു ലോയറാണെങ്കിൽ, അതുമാതിരി എന്ത് പ്രൊഫഷൻ ചെയ്യുന്നു ആ പ്രൊഫഷനിൽ അവർക്ക് ഉയർച്ചയും ഉന്നതിയും അവരതിൽ നിന്ന് വരുമാനം കണ്ടെത്താനും അതിൽ ബഹുജന മധ്യത്തിൽ ഒരു ബഹുമാനം കിട്ടാനും സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും 2ലെ വ്യാഴം കൊണ്ട്. വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായ ഇടവം രാശിക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാനും വീട് വയ്ക്കാനും
അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യാനൊക്കെ പറ്റിയതായൊരു സമയമായിരിക്കും. അതിനൊക്കെ സാധിക്കുന്നതായൊരു സമയമായിരിക്കും 2-ലെ വ്യാഴം. അതുമാതിരി സ്ഥലമോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വാഹനമോ എല്ലാം വാങ്ങാൻ ആഗ്രഹിച്ചതായ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്നതായൊരു സമയമായിരിക്കും 2-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, സന്താനങ്ങളുടെ ആരോഗ്യം ഇതെല്ലാം മെച്ചപ്പെടാനും ഉന്നതിയിലേക്ക് എത്തുന്നതായൊരു സമയമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായ സമയമായിരിക്കും. വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ 2 എന്ന് പറയുന്നത് വാക്ക് സ്ഥാനം എന്നും കൂടിയും പറയും. അതുകൊണ്ട് തന്നെ ലോയർമാർക്കും വാക്കുകൊണ്ട് ജീവിക്കുന്നതായ ആളുകൾക്ക്, വക്കീലുമാർക്കാണെങ്കിലും നല്ല ഉയർച്ച ഉണ്ടാവും. അവരുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് വിജയിക്കാൻ പറ്റും. അതുമാതിരി സെയിൽസിലുള്ളവരാണെങ്കിലും മാർക്കറ്റിങ്ങിലുള്ളവരാണെങ്കിലും അവരുടെ വാക്കുകൊണ്ട് അവർക്ക് സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും നടത്താനും അതിൽ നിന്ന് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും കഴിയുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗം നടത്തുമ്പോൾ അതെല്ലാം ഫലപ്രാപ്തിയിലെത്താനും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും രാഷ്ട്രീയത്തിൽ അവരുടെ കരിയറിൽ ഉയർച്ച ഉണ്ടാവാനും പറ്റുന്നതായൊരു സമയമായിരിക്കും 2-ലെ വ്യാഴം നിൽക്കുമ്പോൾ, വാക്സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതായൊരു സമയത്ത്. കുടുംബത്തിൽ പൊതുവെ സുഖവും സന്തോഷവും ഉണ്ടാവുന്നതായൊരു കാലഘട്ടമായിരിക്കും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാവുന്നതായൊരു സാഹചര്യമായിരിക്കും. പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുകയും അതുമാതിരി ബന്ധുക്കൾ സംഗമിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുകൊണ്ട് അവരെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ. പൊതുവേ നല്ലൊരു സമയമായിരിക്കും ഇടവൻ രാശിക്കാർ കടന്നു പോകുന്നത്. അതുമാതിരി തന്നെ വിവാഹമൊക്കെ നടക്കാതിരുന്നതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇടവം രാശിയിൽ അവരുടെ വിവാഹമൊക്കെ നടന്നു കിട്ടാൻ, നല്ല ആലോചനകൾ വരാനും അത് സക്സസ് ആവാനും അത് ഉറപ്പിക്കാനും അത് നടന്നു കിട്ടാനും സാധ്യതയുള്ളതായൊരു സമയമാണ് വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി നമ്മുടെ വീട്ടിലിപ്പോൾ വിവാഹം നടക്കാൻ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹവും നടക്കാൻ പറ്റുന്നതായ, കുടുംബത്തിലൊരു മംഗളകാര്യം നടക്കാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും 2-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത്. കർമ്മത്തിലെ പുരോഗതിയും ഉയർച്ചയും എടുത്തു പറയേണ്ടതായ കാര്യമായിരിക്കും കർമ്മരംഗത്ത്. അതുവഴിയുള്ള ധനാഗമനവും ധനപുഷ്ടിയും ഉറപ്പായിട്ടുണ്ടാവുന്നതായൊരു സമയമായിരിക്കും 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ വിദ്യാപരമായ നല്ല ഉയർച്ച ഉണ്ടാവും. മത്സര പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ ജയിക്കാൻ പറ്റും. PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായ ആളുകളാണെങ്കിൽ കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളൊരു സമയമായിരിക്കും 2-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത്. അവരത് ശ്രദ്ധിച്ച് ചെയ്താൽ നന്നായിരിക്കും. അതുമാതിരി ഒരു താൽക്കാലിക ജോലിയാണെങ്കിലും ഗവൺമെൻറ്റിലൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ പുറത്തൊക്കെ UK-യിലാണെങ്കിലും കാനഡയിലാണെങ്കിലും പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നതായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതിൽ ക്ലിയറൻസ് കിട്ടാനും അവർക്ക് പോകാൻ കഴിയാനും അത് നടത്തിയെടുക്കാനും പറ്റുന്നതായ സമയമായിരിക്കും. അതുമാതിരി ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും 2-ൽ വ്യാഴം നിൽക്കുന്നതായ സമയം. പൊതുവേ ശാരീരികമായ ഒരു സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കുന്നതായ ഒരു സമയമായിരിക്കും ഇടവം രാശിക്കാർ 2-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ. മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ മാറി മാനസികമായ സുഖവും ഉല്ലാസവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. പുണ്യയാത്രകളൊക്കെ നടത്തുക അല്ലെങ്കിൽ വിനോദയാത്രകളൊക്കെ കൂട്ടുകാരോ ബന്ധുക്കളായി നടത്തുക, അതുവഴി സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ. കാലങ്ങളായിട്ട് എന്തെങ്കിലും രോഗദുരിതങ്ങളായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നതായ ഇടവം രാശിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പുതിയ മെഡിക്കേഷനും പുതിയ ചികിത്സാ രീതികൾ വഴി അത് മാറിപ്പോവാനോ ഒക്കെ സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ. പൊതുവെ 2-ലെ വ്യാഴം കൊണ്ട് ഇടവം രാശിക്കാർക്ക് വളരെ നല്ല ഉയർച്ചയായിരിക്കും ഈ വ്യാഴമാറ്റം കൊണ്ട് ഇടവം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ജന്മത്തിലെ വ്യാഴം കൊണ്ട് അവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അത് മാറി വളരെ നല്ല സ്ഥാനമായ ധനസ്ഥാനം വാക്സ്ഥാനം എന്നറിയപ്പെടുന്ന 2-ൽ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വളരെ ഉയർച്ചകളും ഗുണങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി ഇടവം രാശിക്കാർ പ്രവർത്തിച്ചാൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുമാതിരി തന്നെ ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടതായ വഴിപാടുകളും പൂജകളും ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല റിസൾട്ടോടുകൂടി അവർക്ക് 2-ലെ വ്യാഴം ഉപയോഗിക്കാൻ പറ്റുന്നതായ സമയമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി
ചിങ്ങക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. വ്യാഴമാറ്റം കൊണ്ട് ഗുണമുള്ള വേറൊരു നക്ഷത്ര രാശിക്കാരാണ് ചിങ്ങക്കൂറ്. മെയ് 2025 മെയ് 15 രാശി മാറുമ്പോൾ വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് വളരെ ഗുണപ്രദമായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് 10ലാണ്. 10ലെ വ്യാഴം 11ലേക്കാണ് മാറുന്നത്. കർമ്മവ്യാഴമായ 10ലെ വ്യാഴം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. കർമ്മത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശേഷം ഇപ്പോൾ മാറുന്നത് 11ലേക്കാണ്. 11ലെ വ്യാഴം മാറുമ്പോൾ ആഗ്രഹ സഫലീകരണങ്ങളുടെ സ്ഥാനമായ 11ൽ വരുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ധനസ്ഥാനം കൂടിയാണ്. ധനപരമായ എല്ലാ ഉയർച്ചകളും അവർക്കുണ്ടാവും. അവർക്ക് ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മെയ് 15 2025 ചിങ്ങക്കൂറുകാർക്ക് മാറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് മേലധികാരികളുടെ പ്രശംസകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലുള്ളവരുടെ സഹകരണം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ജോലിയിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും. അതുവഴി ധനാഗമനം ധാരാളം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും ഈ ഒരു സമയം വ്യാഴമാറ്റം. 11ൽ വ്യാഴം വരുന്നതോടുകൂടി ചിങ്ങക്കൂറുകാരുടെ ഒരുപാട് സാധിക്കാതിരുന്നതായ പല ആഗ്രഹങ്ങളും നടന്നു കിട്ടും. അവരുടെ കാര്യങ്ങളിൽ അവരുടെ കർമ്മങ്ങളിൽ ഉണ്ടായിരുന്നതായ പല തടസ്സങ്ങളും മാറിക്കിട്ടും. തടസ്സങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. കാര്യവിജയം ഉണ്ടാവും വ്യാഴം 11ൽ നിൽക്കുന്നതായ സമയത്ത്. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് ഒരു റിസൾട്ട് ഉണ്ടാക്കാനും സക്സസ് ഉണ്ടാക്കാനും പറ്റും. അതുമാതിരി നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിക്കാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടാവും 11ൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയത്ത്. ധാരാളമായി ധനാഗമനം ഉണ്ടാവും. നമ്മുടെ ജോലിയിൽ നിന്നും ജോലിയിലെ ഉയർച്ചയിൽ നിന്നും കർമ്മത്തിലെ ഉയർച്ചയിൽ നിന്ന് ധനാഗമനം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ പല വഴിയിലൂടെയും നമുക്ക് ധനാഗമനം ഉണ്ടാവുന്നതായ ഒരു സാഹചര്യങ്ങളുണ്ടാവും. നമുക്ക് പുതിയ കർമ്മരംഗം കണ്ടുപിടിക്കാനും അതുമാതിരി പുതിയ സ്ഥിര വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സ് കണ്ടുപിടിക്കാനും അത് ഉപയോഗിക്കാനും പറ്റുന്നതായൊരു സമയങ്ങളായിരിക്കും 11ലെ വ്യാഴം കൊണ്ട്. ചിങ്ങക്കൂറുകാർക്ക് 11ലെ വ്യാഴം കൊണ്ട് ജോലിയിലും കർമ്മത്തിലും നല്ല ഉയർച്ച ഉണ്ടാവും. ഭാഗ്യം ഉണ്ടാവും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലുമായ പല റിസൾട്ടും കിട്ടുന്നതായൊരു സമയമായിരിക്കും. ബിൽഡേഴ്സിനും കൺസ്ട്രക്ഷനും റിയൽ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭൂമി സംബന്ധമായ ലാഭങ്ങൾ ഉണ്ടാവും. അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. അവർക്ക് ഒരുപാട് ധനാഗമനം അതുവഴി ഉണ്ടാവും. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ നിന്ന് ബിൽഡേഴ്സിനാണെങ്കിലും കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും റിയൽ എസ്റ്റേറ്റുകാർക്കാണെങ്കിലും അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാവും ഈ ഒരു സമയത്ത് വ്യാഴം 11ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ചിങ്ങക്കൂറുകാരുടെ വളരെ കാലത്തെ ആഗ്രഹങ്ങൾ പലർക്കും ഇപ്പോൾ ഉണ്ടാവും. ഒരു സ്ഥലം വാങ്ങണം, വീട് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുള്ളവരാണെങ്കിൽ അതൊക്കെ നടത്തിയെടുക്കാൻ അവർക്ക് പറ്റുന്ന ഒരു സമയമായിരിക്കും. അതുമാതിരി തന്നെ ഒരു വീട് പുതുക്കി പണിയാനാണെങ്കിൽ റിനോവേറ്റ് ചെയ്യാനാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നതായ ചിങ്ങക്കൂറുകാരുണ്ടെങ്കിൽ 11ൽ വ്യാഴം നിൽക്കുമ്പോൾ അത് വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ മാറ്റി വാങ്ങാനോ പുതിയത് വാങ്ങാനോ ഒക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ വ്യാപാരി വ്യവസായികൾക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും ധനലാഭം ഉണ്ടാക്കാനും കഴിയുന്നതായൊരു സമയമായിരിക്കും. അവർക്ക് ക്രെഡിറ്റിലോ ഇതിലോ കിട്ടാനുള്ളതായ പൈസ മുഴുവൻ കിട്ടി അവരുടെ ധനരീതി വളരെ മെച്ചപ്പെടുന്നതായ ഒരു സമയമായിരിക്കും വ്യാഴം 11ൽ നിൽക്കുന്നതായ സമയത്ത്. ജോലി അന്വേഷിച്ച് നടക്കുന്നതായ ചിങ്ങക്കൂറുകാർക്ക് നല്ല രീതിയിൽ തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് ഗവൺമെൻറ് ജോലിയാവാം, അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് ജോലിയാവാം, അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിലും നല്ല രീതിയിലുള്ള ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് ബിസിനസ് നല്ല രീതിയിൽ വളർത്താനും അതുമാതിരി പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ പറ്റിയ സമയമാണ് വ്യാഴം 11ൽ നിൽക്കുന്നതായ സമയം. കർമ്മത്തിൽ നിന്ന് ധനപുഷ്ടി ഉണ്ടാവും എന്നാണ് പറയുക 11ൽ വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശത്ത് പോകാനും ജോലി തരപ്പെടാനൊക്കെ പറ്റിയതായൊരു സമയമാണ് 11ൽ വ്യാഴം നിൽക്കുന്നതായ ഒരു സമയം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം, നല്ല റിസൾട്ടോടുകൂടി നല്ല ശോഭനമായ വിജയം 11ലെ വ്യാഴം കൊണ്ട് ചിങ്ങക്കൂറിലെ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് വ്യാഴം 11ൽ നിൽക്കുമ്പോൾ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും.
അതുമാതിരി തന്നെ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനൊക്കെ സീറ്റ് കിട്ടാനും പറ്റണമെന്നായൊരു സമയങ്ങളായിരിക്കും. ഇപ്പോൾ PG ചെയ്യാൻ, ഇപ്പോൾ മെഡിസിൻ ആയാലും എന്തിനാണെങ്കിലും, അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനാണെങ്കിലും MBA ആണെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ അതിൻ്റെ മത്സര പരീക്ഷകൾ നല്ല വിജയത്തോടുകൂടി പാസ്സാവാനും സീറ്റ് കിട്ടാനൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും. അതുമാതിരി ഇപ്പോൾ വിദേശത്താണെങ്കിലും ഇപ്പോൾ കാനഡ UK പഠിക്കാൻ പോകുന്ന താല്പര്യമുള്ളവർക്ക് അതൊക്കെ ക്ലിയറൻസും കിട്ടുന്നതായൊരു സമയമായിരിക്കും വ്യാഴം 11 നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. അതുമാതിരി നമുക്ക് പൂർവികമായി കിട്ടാനൊക്കെ സ്വത്തുകളൊക്കെ കിട്ടാനുള്ളതായ ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊളിറ്റിക്സിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് 11 വ്യാഴം കൊണ്ട്. അതുമാതിരി കലാ സാഹിത്യ രംഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാനും പ്രകടിപ്പിക്കാനും അതിന് അംഗീകാരമൊക്കെ കിട്ടാനും പറ്റിയതായൊരു സമയമായിരിക്കും 11 വ്യാഴം നിൽക്കുമ്പോൾ. ഇവർക്ക് പൊതുവേ ഇപ്പോൾ വ്യാഴം 10 അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും കർമ്മരംഗത്ത്. അതെല്ലാം മാറിപ്പോവും 11 വ്യാഴം വരുമ്പോൾ. ഇപ്പോൾ 10 കർമ്മവ്യാഴം എന്ന് പറയുന്നത് വ്യാഴം കർമ്മവ്യാഴമായി നിൽക്കുമ്പോൾ കർമ്മത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ജോലിക്ക് കുറവുണ്ടാവില്ല, എന്നാൽ ജോലിക്ക് റിസൾട്ടും പണവും ഒന്നും കിട്ടാത്തൊരവസ്ഥ. അത് ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ജോലി സ്ഥലത്ത് വഴക്കുകൾ ഉണ്ടാവുക, മേലധികാരികളിലായിട്ട് വഴക്കിടേണ്ടി വരിക, അതുമാതിരി കോവർക്കേഴ്സിൻ്റെ സഹകരണം ഇല്ലാണ്ടിരിക്കുക, അതുമാതിരി നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുക. അത് ഓഫീസിലാണെങ്കിലും ആയിരിക്കും നമുക്ക് അപമാനപരമായ കാര്യങ്ങൾ വരിക. അതുമാതിരി തന്നെ അനാവശ്യമായ പാഴ്ചലകൾ ഉണ്ടാവുക. ഇതെല്ലാം കൊണ്ട് തന്നെ മാനസികമായ നല്ല പിരിമുറുക്കവും ടെൻഷനും ആങ്സൈറ്റിയും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വഴക്കുകളും ഇതൊക്കെ തൽഫലമായിട്ടുണ്ടാവാം. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കാം. മാനസികമായ ബുദ്ധിമുട്ട് സ്വാഭാവികമായും അത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വേറെ സൃഷ്ടിക്കാം. സ്ട്രെസ് പരമായ രോഗങ്ങൾ. അപ്പോൾ അതെല്ലാം ഈ കർമ്മവ്യാഴം കൊണ്ട് ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുമാതിരി തന്നെ കർമ്മവ്യാഴം എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത് കർമ്മരംഗത്ത്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത ദൂര സ്ഥലത്തൊക്കെ ട്രാൻസ്ഫർ കിട്ടി പോകേണ്ടി വരിക. അതുമാതിരി പ്രൈവറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വേറെ ജോലിയിലേക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിക്ക് മാറേണ്ടി വരിക. ബിസിനസ്സൊക്കെ ആണെങ്കിൽ ലാഭം കുറഞ്ഞില്ലാണ്ടായി വേറെ ബിസിനസ് ചെയ്യേണ്ടതായ അവസ്ഥകൾ വരിക. അതൊക്കെ ഈ കർമ്മവ്യാഴം കൊണ്ട് കർമ്മവൈകല്യം ഉണ്ടാവുമെന്നാണ് പറയുക. കർമ്മത്തിൽ വ്യത്യാസം ഉണ്ടായി വരും എന്നുള്ളതാണ്. വേറെ അന്വേഷിച്ച് പോകേണ്ടതായ ഒരു അവസ്ഥ വരും. അതുമാതിരി തന്നെ ഒരുപാട് വർക്ക് ചെയ്താലും അതിന് റിസൾട്ട് വിചാരിച്ച രീതിയിൽ കിട്ടാണ്ടിരിക്കുക. വിവാഹമൊക്കെ അന്വേഷിച്ച് നടക്കണവരുണ്ടെങ്കിൽ അതൊക്കെ വൈകാൻ സാധ്യതയുള്ള സമയമായിരിക്കും. കുടുംബത്തിലും അസ്വാരസ്യങ്ങൾ കർമ്മവ്യാഴം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഓഫീസിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി തന്നെ ശത്രുശല്യങ്ങളും വഴക്കുകളും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നീരസങ്ങളും എല്ലാം ഇപ്പോൾ കർമ്മവ്യാഴം കൊണ്ട് ചിങ്ങക്കൂറുകാർ അനുഭവിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നെല്ലാം മാറിയിട്ടാണ് ഇപ്പോൾ 11 വ്യാഴം മാറുമ്പോൾ മെയ് 15 തൊട്ട് 2025 മെയ് 15 തൊട്ട് വ്യാഴം 11 മാറുന്നതായ സമയത്ത് വളരെ നല്ല ഫലങ്ങളായിരിക്കും പിന്നെ അവർക്ക് കിട്ടുക. ഇതെല്ലാം ഇവർ ഈ അനുഭവിക്കുന്നതായ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് മാറിക്കിട്ടും എന്നുള്ളത് തന്നെയാണ് കാര്യം. ശാരീരികമായ സൗഖ്യം അവർക്ക് ഉണ്ടാവും. മാനസികമായ സന്തോഷം, സ്വാഭാവികമായും ആരോഗ്യപുഷ്ടി ഉണ്ടാവും. അതുമാതിരി തന്നെ ഈ യൂണിഫോം ജോബിലുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഓഫീസിൽ അവർക്ക് വേണ്ടതായ ബഹുമാനവും അവർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസയും അതുമാതിരി അവർ ചെയ്യുന്നതായ കാര്യങ്ങൾ നല്ല രീതിയിൽ അവർക്കത് ചെയ്ത് തീർക്കാനും ഒരു ബഹുമാനമൊക്കെ കിട്ടുന്നതായൊരു സമയമായിരിക്കും ഈ 11 വ്യാഴം കൊണ്ട്. ഗവൺമെൻറ് ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നതായ ആളുകൾക്ക് PSC ഒക്കെ കിട്ടാനും നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടാനും അതുമാതിരി തന്നെ ജോലിയിലുള്ളവർക്കാണെങ്കിൽ ഉയർച്ചയൊക്കെ ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് ഉയർച്ചയൊക്കെ കിട്ടാൻ പറ്റിയതായൊരു സമയമായിരിക്കും. നല്ല രീതിയിൽ ജോലിയിൽ പെർഫോം ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഈ IT മേഖലയിലാണെങ്കിലും അതുമാതിരി പ്രൈവറ്റായിട്ട് MBA ഇതൊക്കെ വർക്ക് ചെയ്യുന്നതായ ആളുകൾക്ക്, മാനേജ്മെൻറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതായ ആളുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല ഉയർച്ചയും നല്ല ഒരു പാക്കേജോടുകൂടി വേറെ കമ്പനികളിലൊക്കെ മാറാനും ഒക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും 11 വ്യാഴം വന്നു കഴിഞ്ഞാൽ. 11 വ്യാഴം കൊണ്ട് ഉറപ്പായിട്ടും ഈ ചിങ്ങം രാശിക്കാർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. അവരുടെ ലൈഫിലൊരു സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് ഉയർച്ച കിട്ടും എന്നുള്ളത് തന്നെയാണ്. കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും. വിവാഹമൊക്കെ നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വീട്ടിലൊക്കെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും, നടക്കാനും. അതിപ്പോൾ ബ്രദർ സിസ്റ്റർ വിവാഹമായിരിക്കാൻ എന്താണെങ്കിലും അത് നടക്കാനും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അതുമാതിരി ഭാര്യ സൗഖ്യം, സന്താന സൗഖ്യം, സന്താനങ്ങളുടെ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ പോയി 11 വ്യാഴം കൊണ്ട് നല്ല ഇതുണ്ടാവും.
ധനപരമായ ഉയർച്ച തന്നെയാണ് 11-ലെ വ്യാഴം കൊണ്ട് നമുക്ക് ഏറ്റവും പറയാനുള്ളത്. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും. അതുമാതിരി തന്നെ ആഗ്രഹ സഫലീകരണമാണ് 11 എന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതായ കാര്യങ്ങൾ, പല കാര്യങ്ങൾ കൊണ്ടും തടസ്സങ്ങൾ വന്നു നിന്നതായ കാര്യങ്ങൾ നടന്നു കിട്ടും. അത് പല രീതിയിലായിരിക്കും, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കാം. പലതും നടന്ന് അവരുടെ വിഷമങ്ങളൊക്കെ മാറി നല്ലൊരു സന്തോഷം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരിക്കും 11-ൽ വ്യാഴം വരുന്ന ആ ഒരു സമയത്ത് ചിങ്ങംകൂറുകാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി തുലാക്കൂറുകാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. മെയ് 15, 2025 തുലാക്കൂറുകാർക്ക് വ്യാഴം 8-ൽ നിന്ന് 9-ലേക്കാണ് മാറുന്നത്. 8-ലെ വ്യാഴം തുലാക്കൂറുകാർക്ക് അഷ്ടമ വ്യാഴമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ അഷ്ടമ വ്യാഴം മാറിയിട്ട് വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ലേക്കാണ് വരുന്നത്. 9 എന്നത് ഭാഗ്യസ്ഥാനമായതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് വ്യാഴം 9-ലേക്ക് വരുമ്പോൾ അവരുടെ ഭാഗ്യവർദ്ധനവും അതുമാതിരി ഈശ്വര കടാക്ഷവും എല്ലാം ഉണ്ടാവും. അതുമാതിരി ധനപരമായ പുഷ്ടി ഉണ്ടാവും, ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവും. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും അവർക്ക് വ്യാഴം 9-ൽ വരുമ്പോൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് തുലാക്കൂറുകാർക്ക്. ഈ അഷ്ടമ വ്യാഴത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അവർക്ക് മാറും. 9-ലെ വ്യാഴം കൊണ്ട് കാര്യവിജയമുണ്ടാകും. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആ കാര്യത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനും സക്സസ് ഉണ്ടാക്കാനും കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുമാതിരി തന്നെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു കോൺഫിഡൻസും കിട്ടും 9-ൽ വ്യാഴം നിൽക്കുന്ന ഈ സമയത്ത്. നമ്മൾ പ്രതീക്ഷിക്കാത്തതായ രീതിയിൽ ധനവരവുണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാവുക, അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും 9-ലെ വ്യാഴം കൊണ്ട് കിട്ടും. അതുമാതിരി തന്നെ പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടായിരുന്നു ഒക്കെ മാറിക്കിട്ടും. ജോലിയിലാണെങ്കിലും കർമ്മത്തിലാണെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടും. വ്യാഴം 9-ൽ വരുമ്പോൾ ഈശ്വര കടാക്ഷം ഉണ്ടാവുന്ന സമയമായിരിക്കും. അതുമാതിരി തന്നെ മുടങ്ങിക്കിടന്നതായ കർമ്മങ്ങളെല്ലാം പുനരാരംഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അതായത് പലതും പല കാര്യങ്ങളാലും നമ്മൾ വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റാതെ മുടങ്ങിക്കിടുന്നതായ പല കാര്യങ്ങളും അതെല്ലാം തടസ്സങ്ങൾ മാറി നമുക്ക് വീണ്ടും അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടും. കൃഷിയൊക്കെ ചെയ്യുന്നതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല റിസൾട്ടോടുകൂടി ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും 9-ലെ വ്യാഴം കൊണ്ട് തുലാക്കൂറുകാർക്ക്. അതുമാതിരി തന്നെ അവരുടെ ധനവരവ് വളരെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. ആരോഗ്യപരമായ പുഷ്ടി ഉണ്ടാവും, ധനപരമായ പുഷ്ടിയും 9-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. കായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല റിസൾട്ടും അവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കാൻ പറ്റിയതായ അവരർഹിക്കുന്നതായ അംഗീകാരം അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും 9-ൽ വ്യാഴം നിൽക്കുന്നതായ സമയങ്ങളിൽ എന്നാണ് പറയുന്നത് തുലാക്കൂറുകാർക്ക്. അതുമാതിരി തന്നെ വിനോദയാത്രകളും പുണ്യയാത്രകളൊക്കെ പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും തുലാക്കൂറുകാർക്ക് 9-ലെ വ്യാഴം കൊണ്ട്. അവരാഗ്രഹിക്കുന്നതായ പല സന്തോഷകരമായ യാത്രകളും അതിൽ നിന്ന് സന്തോഷകരമായ സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലും സുഖത്തിലും സന്തോഷത്തിലും പോകാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും തുലാക്കൂറുകാർക്ക് 9-ലെ വ്യാഴം കൊണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ടായിരിക്കും മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. വിദ്യാർത്ഥികളായ തുലാക്കൂറുകാർക്കൊക്കെ നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയ സമയമായിരിക്കും. അവർ അപ്രതീക്ഷിതമായ രീതിയിൽ പല രീതിയിലും അവർ വിചാരിക്കുന്നതിൽ കൂടുതൽ റിസൾട്ടോടുകൂടി പാസ്സാവാനും നല്ല ശോഭനമായ രീതിയിൽ അവർക്ക് ചെയ്യാനും പറ്റുന്ന സമയമായിരിക്കും തുലാക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് 9-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഇപ്പോൾ മെഡിസിൻ ആണെങ്കിലും അതുമാതിരി നീറ്റ് ആണെങ്കിലും അതുമാതിരി MBA ഒക്കെ എഴുതുന്ന പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്നതായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ഈ PSC ഒക്കെ എഴുതുന്നതും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ട്രൈ ചെയ്യുന്നതായ ആളുകൾക്കൊക്കെ അതൊക്കെ കിട്ടാൻ സാധ്യത വളരെയധികമുള്ള ഒരു സമയമാണ് തുലാക്കൂറുകാർക്ക് 9-ൽ വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. മാനസികമായ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. വളരെ കാലമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ ഇതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനൊക്കെ പറ്റിയ സമയമായിരിക്കും.
ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനും അതിൻ്റെ കാഠിന്യമൊക്കെ കുറയാനും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതായൊരു സമയമായിരിക്കും ഈ സമയം എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ പൂർവികമായ സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭാഗം വെച്ച് കിട്ടാനും അതിൽ നിന്ന് ഗുണവും മെച്ചമൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. രാഷ്ട്രീയക്കാർക്കൊക്കെ അവർ പ്രതീക്ഷിക്കാതെ തന്നെ സ്ഥാനമാനങ്ങളിലൊക്കെ എത്താൻ പറ്റുന്നതായൊരു സമയമായിരിക്കും ഭാഗ്യം കൊണ്ട്, തുലാക്കൂറുകാർ 9 വ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ പ്രതീക്ഷിക്കാത്തതായ പല രീതിയിലുള്ള പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും അത് ഉപയോഗപ്പെടുത്താനും പറ്റുന്നതായൊരു സമയമായിരിക്കും. കുടുംബത്തിൽ പൊതുവെ ഒരു സ്വാരസ്യവും ഐക്യവും എല്ലാം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നല്ല രീതിയിൽ ഉയർച്ചയും തൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ്. അതുമാതിരി നാട്ടിലുള്ളവരാണെങ്കിൽ വിദേശത്ത് നിന്ന് ധനാഗമനോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഗുണങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും തുലാക്കൂറുകാർക്ക് 9 വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. പൊതുവേ ഭാഗ്യം ഉണ്ടാവും, ഈശ്വര കടാക്ഷം ഉണ്ടാവും, അതുമാതിരി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല ഉയർച്ചകളും ഉണ്ടാവും. ഇപ്പോൾ തുലാക്കൂറുകാർ വളരെ ബുദ്ധിമുട്ടിലൂടെ 8 വ്യാഴം കൊണ്ട്, അഷ്ടമ വ്യാഴം കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത് ആരോഗ്യത്തിനെ തന്നെയാണ് കുറിക്കുന്നത്. 8 നിൽക്കുമ്പോൾ രോഗം, ആരോഗ്യം, ശരീരം തന്നെയാണ്. സ്വാഭാവികമായും ശാരീരികമായ വൈഷമ്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിനെ ബാധിക്കും. അതും മാനസികവുമായ ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വേറെ രീതിയിലുണ്ടാക്കും. ശത്രുക്കൾ കൂടുന്നതായൊരു സമയമായിരിക്കും വ്യാഴം 8 നിൽക്കുന്നതായ സമയത്ത് അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. അതുമാതിരി ശത്രുക്കൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ അതിൻ്റെ റിസൾട്ട് കാണുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ വൃന്ദങ്ങൾ തന്നെ ശത്രുക്കളായി മാറുന്നതായൊരു സമയമായിരിക്കും അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. ജോലിയിലൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിക്കാനോ പെർഫോം ചെയ്യാനോ പറ്റാണ്ട് വരിക, നിസ്സഹകരണം ഉണ്ടാവുക ജോലിയിൽ, അതുമാതിരി മേലധികാരികളുമായിട്ട് വഴക്കിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ജോലി പോകേണ്ട വരെ വക്കിലെത്തുന്നതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ തുലാക്കൂറുകാർ ഇപ്പോൾ അനുഭവിക്കേണ്ടാവും ഈ അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. പല രീതിയിൽ 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ സമയങ്ങളാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. പൊതുവേ മനസ്സിന് ടെൻഷനും ധൈര്യവും ഒക്കെ കുറഞ്ഞിരിക്കുന്നതായൊരു സമയമായിരിക്കും. ബിസിനസ്സിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലൊന്നും ചെയ്യാൻ പറ്റാണ്ട് നഷ്ടങ്ങളൊക്കെ വരുന്നതായ സമയമായിരിക്കും. അതുമാതിരി ധനാഗമനത്തിനൊക്കെ തടസ്സങ്ങളുണ്ടാവും. നമുക്ക് കിട്ടേണ്ടതായ ധനങ്ങളൊക്കെ വരാൻ പല കാരണങ്ങൾ പറഞ്ഞ് അവർ പിടിച്ചു വയ്ക്കുന്നതായ സാഹചര്യങ്ങളുണ്ടാവുക. പൊതുവേ ഒരു തടസ്സങ്ങളും അവരുടെ കർമ്മരംഗങ്ങളിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതായ സമയങ്ങളായിരിക്കും അഷ്ടമ വ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ വിദ്യാർത്ഥികളൊക്കെ അലസരായി മാറുക, വിദ്യാ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുക. പലരും ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇടയിൽ വെച്ച് നിർത്തേണ്ടതായ അവസ്ഥകളും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമ വ്യാഴം കൊണ്ട്. കുടുംബത്തിൽ തന്നെ പൊതുവെ അസ്വാരസ്യങ്ങളും വഴക്കുകളും കൂട്ടുകാരൊക്കെ തമ്മിൽ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഷ്ടമ വ്യാഴം കൊണ്ട് തുലാക്കൂറുകാർക്ക്. അതുമാതിരി തന്നെ ചെറിയ ചെറിയ രോഗങ്ങളോ അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും ഹോസ്പിറ്റൽ വാസങ്ങൾ വരിക, അതുവഴി ധനച്ചെലവ്, പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാൻ തുലാക്കൂറുകാർക്ക് അഷ്ടമ വ്യാഴം കൊണ്ട് സാധ്യതയുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും തുലാക്കൂറുകാർ കടന്നു പോയിട്ടുണ്ടാവുക. അതെല്ലാം മാറി 9 വ്യാഴം വരുന്നതോടുകൂടി അവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. വളരെ ഭാഗ്യാനുഭവങ്ങളും അവർ പ്രതീക്ഷിക്കാത്തതായ പല ഗുണങ്ങളും കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അവരൊരിക്കലും വിചാരിക്കാത്തതായ പല രീതിയിലും ധനാഗമനം ഉണ്ടാവുക, ഭാഗ്യം തുണച്ചുകൊണ്ട് പല ഗുണങ്ങളും ജോലിയിലാണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും ഗുണങ്ങളും ധനാഗമനവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാനസികമായ സൗഖ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ്. സന്താനങ്ങൾക്ക് ഗുണമുണ്ടാവുക, സന്താനങ്ങൾ വഴി ധനലാഭം ഇതൊക്കെ ഉണ്ടാവാൻ പറ്റിയതായ ഒരു സമയമാണ് 9 വ്യാഴം കൊണ്ട് തുലാക്കൂറുകാർക്ക്. മെയ് 15 വ്യാഴം 9 വരുന്നതോടുകൂടി ഇവരുടെ വിഷമങ്ങളൊക്കെ പതുക്കെ മാറിക്കിട്ടും. ഇവരുടെ ഭാഗ്യം കൂടിക്കൊണ്ടിരിക്കും, ഈശ്വര സഹായം ഇവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ധനാഗമനങ്ങളിൽ ഇവർക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ജോലി സ്ഥലത്താണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പാക്കേജോടുകൂടി പുതിയ ജോലികളിലേക്കൊക്കെ മാറാൻ പറ്റിയൊരു സമയമാണ്. അതുമാതിരി തന്നെ വ്യാപാര വിപണന മേഖലയിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും അവർക്ക് പുതിയ വ്യാപാര വിപണന മേഖല മെച്ചപ്പെടുത്താനും വിപുലീകരിക്കാനും ഒക്കെ പറ്റുന്നതായ ഒരു സമയമായിരിക്കും. അതുമാതിരി എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നതായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനും അവർക്ക് കൂടുതൽ ഓർഡർ കിട്ടാനും അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനൊക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും 9 വ്യാഴം കൊണ്ട് തുലാക്കൂറുകാർക്ക് വരാൻ പോകുന്നത്.
ലോണോ EMI ഒക്കെ എടുത്തതായ തുലാക്കൂറുകാരുണ്ടെങ്കിൽ 9-ലെ വ്യാഴം വരുന്നതോടുകൂടി അതൊക്കെ അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനോ പറ്റുന്നതായൊരു സമയമായിരിക്കും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ അവർക്ക് നല്ല ലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് തുലാക്കൂറുകാർക്ക് 9-ലെ വ്യാഴം കൊണ്ട് മെയ് 15-ന് ശേഷം. അതുമാതിരി തന്നെ വാഹനം വാങ്ങാനാണെങ്കിലും വീട് വാങ്ങാനാണെങ്കിലും ഇതൊക്കെ ആഗ്രഹിച്ചിരുന്നതായ ആളുകൾക്ക് നല്ല രീതിയിൽ അത് വാങ്ങാനും അത് ഒരു സ്ഥലം വാങ്ങി ഒരു വീട് വയ്ക്കാനൊക്കെ പറ്റിയൊരു സമയമാണ്. അതുമാതിരി വാഹന ലാഭമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയം തന്നെയാണ് വ്യാഴം 9-ൽ നിൽക്കുന്നതായൊരു സമയത്ത്. പൊതുവേ ഭാഗ്യവും ഈശ്വര കടാക്ഷവും ധാരാളം ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ ധനാഗമനം, ജോലിയിലും ഇതിലൊക്കെ ഉയർച്ചയും കുടുംബത്തിൽ സ്വാരസ്യം എല്ലാം നല്ല രീതിയിൽ വരുന്നതൊരു സമയമായിരിക്കും 9-ൽ വ്യാഴം വരുമ്പോൾ തുലാക്കൂറുകാർക്ക്. പൊതുവേ വരാൻ പോണത് തുലാക്കൂറുകാർക്ക് അവരുടെ ഈ അഷ്ടമശനിയൊക്കെ മാറി വളരെ നല്ല കാലമാണ്. അവരത് ശരിക്കും ഉപയോഗിച്ചാൽ അവർക്കത് നല്ല ഗുണം ഉണ്ടാവുന്നതൊരു സമയമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ധനുക്കൂറുകാരുടെ വ്യാഴമാറ്റം കൊണ്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ധനുക്കൂറുകാർക്ക് വ്യാഴമാറ്റം കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. പ്രസൻ്റ്ലി ധനുക്കൂറുകാർക്ക് വ്യാഴം 6-ലാണ് നിൽക്കുന്നത്. 6-ലെ വ്യാഴം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു സമയത്ത്. ഈ 6-ലെ വ്യാഴം എന്ന് പറയുന്നത് 7-ലേക്കാണ് മാറുന്നത്. 7-ൽ വ്യാഴം എത്തുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. 7 എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, ഫ്രണ്ട്ഷിപ്പിനെ ഇതെല്ലാം സൂചിപ്പിക്കുന്നതായ ഭാവമാണ് 7. 7-ൽ വ്യാഴം എത്തുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കും ധനുക്കൂറുകാർക്ക് കിട്ടാൻ പോകുന്നത്. മെയ് 15, 2025 വ്യാഴം മാറുമ്പോൾ ധനുക്കൂറുകാർക്ക് നല്ല ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. 7-ലെ വ്യാഴം കൊണ്ട് ധനുക്കൂറുകാരുടെ പല ആഗ്രഹങ്ങളും സാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും 7-ൽ വ്യാഴം വരുമ്പോൾ. ധനപരമായ ഉയർച്ച ഉണ്ടാവും. വിവാഹമൊക്കെ നടക്കാതിരുന്നതായിട്ടുള്ള ധനുക്കൂറുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വിവാഹം നല്ല രീതിയിൽ നടക്കും. അതുമാതിരിയൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ധനുക്കൂറുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി ജോലിയിലൊക്കെ ഉയർച്ച നോക്കുന്നതായ ആൾക്കാരുണ്ടെങ്കിൽ നല്ല പാക്കേജോടുകൂടി മാറാൻ നോക്കുന്നവർക്കൊക്കെ അതിനൊക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനും ധനപരമായ പുഷ്ടി ഉണ്ടാവാനും അതുമാതിരി ഒരു സമ്പാദ്യം ഒരു നിക്ഷേപമൊക്കെ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും ധനുക്കൂറുകാർക്ക്. അതുപോലെ തന്നെ ധനുക്കൂറുകാരായ ആളുകൾക്ക് ശത്രുക്കളൊക്കെ നിമിത്തം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്നതായ സാഹചര്യങ്ങളുണ്ടാവും. പൊതുവേ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സമുണ്ടായിരുന്നതൊക്കെ മാറി ശുഭമായ ഫലങ്ങളൊക്കെ വന്നു തുടങ്ങും. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ല കൺട്രോളും നല്ല രീതിയിൽ ഒരു ശമനമൊക്കെ കിട്ടും. അതുമാതിരി ആരോഗ്യപരമായ പുഷ്ടിയും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. കുടുംബത്തിലൊക്കെ നല്ല ഈണവും ഇമ്പമൊക്കെ ഉണ്ടാവും. കുടുംബത്തിലെ ആളുകൾ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയും നല്ല സഹകരണത്തോടു കൂടിയൊക്കെ പോകാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും ധനുക്കൂറുകാർക്ക് 7-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ഗുണങ്ങളുണ്ടാവുക. സുഹൃത്തുക്കളുടെ വൃന്ദങ്ങളിൽ നിന്നൊക്കെ നല്ല ഗുണങ്ങൾ എന്തെങ്കിലും ഗുണഫലങ്ങളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനും പറ്റിയതായ ഒരു സമയമായിരിക്കും ധനുക്കൂറുകാർക്ക്. ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതായ ധനുക്കൂറുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭൂമി വാങ്ങാനൊക്കെ പറ്റുന്നതായ സമയങ്ങളായിരിക്കും. അതുപോലെ തന്നെ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ധനുക്കൂറുകാർക്ക് വാഹനമൊക്കെ വാങ്ങാൻ പറ്റുന്നതായ സമയമാണ്. വിദ്യാർത്ഥികളായ ധനുക്കൂറുകാർക്ക് വളരെ നല്ല ഉയർച്ച 7-ലെ വ്യാഴം കൊണ്ടുണ്ടാവും. അവർക്ക് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാനും അതിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാവാനും പറ്റുന്നതായ സമയമാണ്. അതുമാതിരി തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവാനും അവർക്ക് ജോലി കിട്ടാനും അവരിൽ നിന്ന് ധനവരവൊക്കെ ഉണ്ടാവാൻ പറ്റുന്നതായ സമയങ്ങളായിരിക്കും 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ. പ്രസൻ്റ്ലി അവർക്ക് 6-ലെ വ്യാഴമാണുള്ളത്. 6-ലെ വ്യാഴം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവാം. 6 എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ രോഗം, ആരോഗ്യം ഇതെല്ലാം കുറിക്കുന്നതാണ് 6 എന്ന് പറയുന്നത്. ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ 6-ലെ വ്യാഴം കൊണ്ട് ധനുക്കൂറുകാരെ അനുഭവിച്ചിട്ടുണ്ടാവും.
അതുമാതിരി തന്നെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, വഴക്കുകൾ, ടെൻഷൻ, സ്ട്രെസ്സ്, ഇതെല്ലാം ഈ ഒരു സമയത്ത് ധനുക്കൂറുകാർ 6-ലെ വ്യാഴം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത് തന്നെ ശരീരത്തിനെയും ബാധിച്ചിട്ടുണ്ടാവും. ശാരീരികമായ വൈഷമ്യങ്ങളോ അത് സൃഷ്ടിച്ചിട്ടുണ്ടാവാം. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ 6-ലെ വ്യാഴം കൊണ്ട് ധനുക്കൂറുകാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി കാര്യതടസ്സങ്ങൾ, എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ധനവരവിന് തടസ്സങ്ങൾ ഉണ്ടാവാം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് കിട്ടേണ്ടതായ പേയ്മെൻറ്റ് കിട്ടാൻ വൈകുക, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി വ്യാപാര വിപണന വ്യാവസായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ധനപരമായ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വ്യാഴം 6-ലുണ്ടായിരുന്നപ്പോൾ ധനുക്കൂറുകാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതുമാതിരി മോശപ്പെട്ട ആളുകളായിട്ട് കൂട്ടുകൂടേണ്ടതായ അവസ്ഥകൾ വരിക, അത് നിമിത്തം മോശം റിസൾട്ടുകൾ ഉണ്ടാവുക, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അനാവശ്യമായ വഴക്കുകളും അത് കോടതി വ്യവഹാരങ്ങളും കേസുകളിലേക്കൊക്കെ പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അനാവശ്യമായ അലച്ചിലും അതും മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം 6-ലെ വ്യാഴം കൊണ്ട് ധനുക്കൂറുകാർക്ക്. അതുമാതിരി തന്നെ കർമ്മത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, കർമ്മത്തിൽ ടെൻഷനും അവിടെ വൃത്തിയായിട്ട് പെർഫോം ചെയ്യാനും പറ്റാണ്ട് നല്ല റിസൾട്ട് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മേലധികാരികളൊക്കെ വഴക്ക് ഉണ്ടാവുന്നതായ സാഹചര്യങ്ങളൊക്കെ 6-ലെ വ്യാഴം കൊണ്ട് ഈ ധനുക്കൂറുകാർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കോവർക്കേഴ്സ് ആണെങ്കിലും പറഞ്ഞുണ്ടാക്കാനും അത് റിസൾട്ടിലേക്ക് അതിൻ്റെ നമുക്കെതിരെ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് റിസൾട്ട് കാണുന്നതായ സമയമായിരിക്കും. അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പൊതുവേ ഈ 6-ലെ വ്യാഴം കൊണ്ട് ധനുക്കൂറുകാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഈ ബുദ്ധിമുട്ടുകളെല്ലാം വ്യാഴം 7-ൽ വരുന്നതോടുകൂടി അവർക്ക് മാറിക്കിട്ടും. സുഖവും സൗഖ്യവും സന്തോഷവും എല്ലാം അവർക്ക് വന്ന് കിട്ടും. അതുമാതിരി തന്നെ പൊതുവേ ധനപരമായ ഉയർച്ച ഉണ്ടാവും. ജോലിയിലൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി കർമ്മരംഗത്തൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും. അതുമാതിരി ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനൊക്കെ പറ്റിയ സമയമാണ്. പുറത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സമയമാണ്. പുറത്ത് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജോലി കിട്ടാനും PR ഒക്കെ കിട്ടാനൊക്കെ പറ്റിയ ഒരു സമയമാണ് വ്യാഴം 7-ൽ നിൽക്കുന്ന സമയത്ത് ധനുക്കൂറുകാർക്ക്. പൊതുവേ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതും അവരുടെ പൊതുവേ ഇപ്പോൾ 6-ൽ വ്യാഴം നിൽക്കുമ്പോഴുള്ളതായ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ കാര്യവിജയമൊക്കെ ഉണ്ടാവാനും 7-ൽ വ്യാഴം വരുമ്പോൾ പൊതുവേ എല്ലാം നന്നായി നടക്കുന്ന ഒരു സമയമായിരിക്കും. മെയിനായിട്ട് 7-ലെ വ്യാഴം കൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നത് വൈവാഹികപരമായി വിവാഹം കഴിയാത്തവരുടെ വിവാഹം കഴിയും, ദാമ്പത്യത്തിൽ നല്ല രീതിയിലുണ്ടാവും, കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാവും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോണത്. പൊതുവേ 7-ലെ വ്യാഴം കൊണ്ട് ധനുക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി കുംഭക്കൂറുകാരുടെ വ്യാഴമാറ്റം കൊണ്ടുള്ള അവസ്ഥകളാണ് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് വ്യാഴമാറ്റം കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. വ്യാഴം ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4-ൽ നിന്ന് 5-ലേക്കാണ് വ്യാഴം മാറുന്നത്. ഈ രാശിമാറ്റം കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. 2025 മെയ് 15-ന് കുംഭം രാശിക്കാർക്ക് ഈ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. 5 എന്ന് പറയുന്നത് സന്താനസ്ഥാനമായതുകൊണ്ട് തന്നെ സന്താനസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ സന്താനപരമായ ഗുണങ്ങളുണ്ടാവും. കുട്ടികളില്ലാത്തതായ കുംഭക്കൂറുകാർക്ക് കുട്ടികളുണ്ടാവാൻ പറ്റിയതായ സമയമാണ്. വിവാഹമൊക്കെ കഴിയാതിരുന്നതായ കുംഭക്കൂറുകാരുണ്ടെങ്കിൽ അവർക്ക് വിവാഹമൊക്കെ കഴിയാൻ പറ്റിയതായ സമയമാണ്. അതുമാതിരി കുംഭക്കൂറുകാരുടെ സന്താനങ്ങളെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവും. അതായത് അവരുടെ സന്താനങ്ങളുടെ ആരോഗ്യം, അതുമാതിരി സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ഇതിലെല്ലാം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വരും. സന്താനങ്ങൾക്ക് ജോലി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാനും അതുവഴി ധനവരവ് കുംഭക്കൂറുകാർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അവരുടെ സന്താനങ്ങളെ കൊണ്ട് അവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാവാൻ പറ്റുന്നതായ ഒരു സമയമാണ്. അതുമാതിരി കുംഭക്കൂറുകാരുടെ 5-ലെ വ്യാഴം കൊണ്ട് അവരുടെ ജോലിയിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവാൻ പറ്റിയതായ സമയമാണ്. ബിസിനസ്സിലാണെങ്കിലും പ്രോഫിറ്റ് കിട്ടാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുന്നതായ സമയമായിരിക്കും. പൊതുവേ ധനവരവ് കൂടാനും ധനപുഷ്ടി ഉണ്ടാവാനും പറ്റിയതായ സമയമായിരിക്കും. ഒരു നിക്ഷേപം നടത്താനോ, അതായത് ഭാവിയിലേക്ക് ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ നടത്താനോ
സമ്പാദ്യം സൂക്ഷിച്ചു വെക്കാനും ഒക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും 5-ൽ വ്യാഴം വരുന്നതായ സമയത്ത് കുംഭക്കൂറുകാർക്ക്. അതുമാതിരി ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കും. അതുപോലെ തന്നെ ഒരു ഭാഗ്യകടാക്ഷം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും കുംഭക്കൂറുകാർക്ക് 5-ലെ വ്യാഴം കൊണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും അതിൻ്റെ സക്സസ് കാണാനും പറ്റും. കാര്യവിജയം ഉണ്ടാവും 5-ലെ വ്യാഴം കൊണ്ട് കുംഭക്കൂറുകാർക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടാവും. വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായ ആൾക്കാരുണ്ട്, കുംഭക്കൂറുകാരുണ്ടെങ്കിൽ അതൊക്കെ പറ്റുന്നതായ സമയമായിരിക്കും. അതുമാതിരി UK-ലേക്കാണെങ്കിലും കാനഡയിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നതായ ആളുകൾക്ക് അതിനൊക്കെ പറ്റിയതായ സമയമായിരിക്കും. ഈ 5-ലെ വ്യാഴം കൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാവും. നമുക്ക് വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് തോന്നും, അത് ചെയ്യാനും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റുമെന്നാണ് പറയുക. നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുറത്തു കൊണ്ടുവരാനും പറ്റും 5-ൽ വ്യാഴമുള്ളപ്പോൾ ഈ കുംഭക്കൂറുകാർക്ക് ഈ ഒരു സമയത്ത് എന്നാണ് പറയുക. നൈപുണ്യം കൂടും, നമ്മുടെ സ്കില്ലുകൾ കൂടും. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നതായ ആളുകൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും ഉയർച്ച ഉണ്ടാവാനൊക്കെ പറ്റിയതായ സമയമാണ് 5-ൽ വ്യാഴം നിൽക്കുന്നതായ സമയത്ത് എന്ന് പറയുന്നത്. അതുമാതിരി ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടുമൊക്കെ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുക. അവരെ കൊണ്ട് അവരിപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജോലി നമുക്കും സഹായിച്ച് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ അവരെ കൊണ്ട് അതായത് വിദേശത്തുള്ളവരെ കൊണ്ട് നമുക്ക് ധനാഗമനം ഉണ്ടാവുക. അതൊക്കെ പറ്റിയതായ സമയമാണ് കുംഭക്കൂറുകാർക്ക് 5-ലെ വ്യാഴം കൊണ്ട്. മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉള്ളതായ പിരിമുറുക്കങ്ങളൊക്കെ മാറി ഒരു സുഖവും സന്തോഷമൊക്കെ മനസ്സിനുണ്ടാവും. അത് തന്നെ ശരീരത്തിനും ആരോഗ്യപുഷ്ടിയൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. നല്ല വിവാഹാലോചനകളൊക്കെ വരും. നമ്മുടെ പ്രൊഫൈലിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും ബെറ്ററായിട്ടുള്ളതായ വിവാഹാലോചനകളൊക്കെ വരാനും അത് ഉറപ്പിക്കാനും അത് നടക്കാനൊക്കെ പറ്റിയതായൊരു സമയമാണ് കുംഭക്കൂറുകാർക്ക് 5-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ ആളുകാർ വില വയ്ക്കാനും നമുക്കൊരു ബഹുമാനവും കീർത്തിയൊക്കെ ജനമധ്യത്തിൽ ഉണ്ടാവാനും അത് ഓഫീസിലാണെങ്കിലും നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഉണ്ടാവാൻ പറ്റിയതായൊരു സമയമായിരിക്കും. നമ്മുടെ അറിവും ബുദ്ധിയൊക്കെ കുറച്ചുകൂടെ മൂർച്ഛിച്ചു നല്ല രീതിയിൽ കൂടിയിരിക്കുന്ന സമയമായിരിക്കും. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുകയോ ജോലി മാറാനൊക്കെ ശ്രമിക്കുന്നതോ ആയ കുംഭക്കൂറുകാർക്ക് അതിനൊക്കെ പറ്റിയ നല്ലൊരു സമയമാണ്. അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ അതൊക്കെ നടന്നു കിട്ടാൻ പറ്റുന്നതായൊരു സമയമാണ്. കുടുംബത്തിൽ നല്ല സ്വാരസ്യം ഉണ്ടാവാനും കുടുംബത്തിലെ ആളുകൾ തമ്മിൽ നല്ല സ്വരച്ചേർച്ച ഉണ്ടാവാനും സഹകരണത്തിനൊക്കെ സാധ്യതയുള്ളതായൊരു സമയമാണ്. ധനപരമായ ഉയർച്ച ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ പല ധനവരവുകളും നമുക്ക് കിട്ടുന്നതായൊരു സമയമായിരിക്കും. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. കടമൊക്കെ ഉള്ളതായ EMI ഒക്കെ അടച്ചു തീർക്കാനും ലോണൊക്കെ ഉള്ളതായ കുംഭക്കൂറുകാർക്ക് അതിനൊക്കെ പറ്റുന്നതായ സമയമായിരിക്കും. അതൊക്കെ ക്ലിയർ ചെയ്ത് കിട്ടുന്നതായ സമയമായിരിക്കും. ഓഫീസിലാണെങ്കിലും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവും. അവർക്ക് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സുഖവും സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ മേലധികാരികളുടെ പ്രശംസയൊക്കെ കിട്ടുന്നതായൊരു സമയമായിരിക്കും. ധനലാഭം, കർമ്മത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വാരസ്യവും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. മെയിനായിട്ട് കുംഭക്കൂറുകാരുടെ 5-ൽ സന്താനഭാവമായതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതുമാതിരി തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവുക. കുംഭക്കൂറുകാരുടെ സന്താനങ്ങൾക്ക് നല്ല ജോലി കിട്ടുക, അവർ വഴി നല്ല ധനപുഷ്ടി ഉണ്ടാവുക എന്നൊക്കെയാണ് പറയുക. ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ലാണ്. അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരിക്കും നല്ല വ്യാഴം കൊണ്ട്. വ്യാഴം 4 നിൽക്കുമ്പോൾ കുടുംബത്തിലൊക്കെ വഴക്ക് ധാരാളം ഉണ്ടാവും. മനസ്സിന് നല്ല ഭാരം ഉണ്ടാവും. മനസ്സിലെ അനാവശ്യമായ കാര്യങ്ങൾ അലട്ടുണ്ടാവും. ആങ്സൈറ്റി, പ്രഷർ, ടെൻഷനൊക്കെ ഉണ്ടാവും. അതുതന്നെ ശരീരത്തിനെയും ബാധിക്കും. ചെറിയ രോഗങ്ങൾ ഉണ്ടാവുകയും അതുവഴി ഹോസ്പിറ്റൽ വാസങ്ങൾ ഉണ്ടാവാം. അതുവഴി പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ് 4-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ മടി ഉണ്ടാവുക, വിദ്യാ തടസ്സം ഉണ്ടാവുക, അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാൻ നോക്കുന്നവർക്ക് അതൊന്നും കിട്ടാണ്ടിരിക്കുക, വിചാരിച്ച രീതിയിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാണ്ടിരിക്കുക, അതൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും പ്രസൻ്റ്ലി വ്യാഴം 4-ൽ നിൽക്കുമ്പോൾ. മാനസികമായി അവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും. മനസ്സിനെ പല കാര്യങ്ങളും അലട്ടാം. അനാവശ്യമായ വഴക്കുകളുണ്ടാവാം, യാത്രാക്ലേശങ്ങളുണ്ടാവാം. അതുമാതിരി 2 വീലറിലൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായൊരു സമയമാണ് വ്യാഴം 4-ൽ നിൽക്കുന്നതായൊരു സമയം എന്ന് പറയുന്നത്. പൊതുവെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇപ്പോൾ കുംഭക്കൂറുകാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും.
പൊതുവേ അവർക്ക് നല്ല വ്യാഴം കൊണ്ട് പല രീതിയിലുള്ള തടസ്സങ്ങളും ധനപരമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ജോലിയിലാണെങ്കിലും അത് ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയങ്ങളായിരിക്കും. ഇതെല്ലാം മാറി വ്യാഴം 5-ൽ മാറുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശാരീരികമായ ആരോഗ്യപുഷ്ടി ഇതൊക്കെ ഉണ്ടാവും, മാനസികമായ സന്തോഷം ഉണ്ടാവും, ധനപരമായ ഉയർച്ച ഉണ്ടാവും, ജോലി സ്ഥലത്ത് നല്ല ഉയർച്ച ഉണ്ടാവും, നല്ല രീതിയിൽ ജോലി പുതിയത് മാറാനൊക്കെ പറ്റിയ സമയമാണ്. അതുമാതിരി തന്നെ പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റിയതായൊരു സമയമാണ്. ബിസിനസ്സുകാർക്കൊക്കെ 5-ലെ വ്യാഴം കൊണ്ട് വളരെ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടും. ഇവരുടെ നല്ല വ്യാഴം കൊണ്ടുള്ള ദുരിതങ്ങളെല്ലാം മാറി അവർക്ക് നല്ല സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. മെയിനായിട്ട് സന്താനം വഴിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുക. 5 സന്താനഭാവമായതുകൊണ്ട് വ്യാഴം 5-ൽ നിൽക്കുന്നതായ സമയത്ത് കുംഭക്കൂറുകാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരുടെ വ്യാഴമാറ്റം കൊണ്ടുള്ള ഫലങ്ങളാണ്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് മോശം ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. പ്രസൻ്റ്ലി വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം 7-ലാണ് നിൽക്കുന്നത്. ഈ നല്ല സ്ഥാനത്ത് നിൽക്കുന്നതായ നല്ലൊരു അവസ്ഥയിൽ നിൽക്കുന്നതായ വ്യാഴം അഷ്ടമവ്യാഴമായി 8-ലേക്ക് മാറുകയാണ്. 8-ലേക്ക് വ്യാഴം വരുന്നതോടുകൂടി ഒരുപാട് വിഷമങ്ങളും അഷ്ടമവ്യാഴം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാക്കാൻ പോകും. ആരോഗ്യപരമായ ചിന്തിക്കുന്നതാണ് 8 എന്ന് പറയുന്ന സ്ഥാനം. സ്വാഭാവികമായും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും തളർച്ചയും ഇല്ലാത്ത രോഗങ്ങളൊക്കെ വരാനും സാധ്യതയുള്ളതായൊരു സമയമാണ്. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളതായ ആളുകൾക്ക് അത് മൂർച്ഛിക്കാനും അതിൽ നിന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ ചില രോഗങ്ങൾ വരികയും അതുവഴി ഹോസ്പിറ്റൽ വാസം ഉണ്ടാവുകയും അതുവഴി അനാവശ്യമായ ധനച്ചെലവുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. സ്വാഭാവികമായും ശാരീരികമായ അസ്വസ്ഥതകൾ വരുമ്പോൾ അത് മാനസികമായും അനുഭവിക്കേണ്ടി വരും. മാനസികമായ ടെൻഷനുകളും പ്രഷറുകളും ആങ്സൈറ്റിയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവേ ഒരു കൺഫ്യൂഷനും എന്താ ശരി എന്നുള്ളത് അറിയാൻ, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ട് വരുന്നതായൊരു സാഹചര്യം വൃശ്ചികം രാശിക്കാർക്ക് 8-ലെ വ്യാഴം കൊണ്ട് അഷ്ടമ വ്യാഴം കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അഷ്ടമ വ്യാഴത്തിൻ്റെ സമയത്ത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കണം. തട്ടലും മുട്ടലും അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. പൊതുവേ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അഷ്ടമ വ്യാഴം കൊണ്ട് കർമ്മവിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. കർമ്മ തടസ്സങ്ങളും കർമ്മവിഘ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതുമാതിരി കാര്യപരാജയം, കാര്യവിഘ്നമൊക്കെ ഉണ്ടാവാം. നമ്മൾ എന്ത് കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചാലും നമ്മൾ വിചാരിച്ച രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റാണ്ട് മോശം രീതിയിലായിപ്പോയി അതിലൊരു മോശം റിസൾട്ട് ഉണ്ടാവുന്നതായൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. വിദ്യാർത്ഥികൾക്കൊക്കെ അഷ്ടമവ്യാഴം കൊണ്ട് വിദ്യയിൽ മടി തോന്നുകയും പഠിക്കാൻ തോന്നാണ്ടിരിക്കുകയും അവർക്ക് പരാജയമൊക്കെ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ അഷ്ടമവ്യാഴം സമയത്ത് ഭാഗ്യമൊക്കെ കുറഞ്ഞിരിക്കും, ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ കുറഞ്ഞിരിക്കും. നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടതായ അവസ്ഥകൾ വരാം. അതുമാതിരി തന്നെ കുടുംബത്തിലാണെങ്കിലും കലഹങ്ങൾ വരാം, ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഓഫീസിലാണെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അത് പിന്നീട് കേസ്, വഴക്ക്, കോടതിയിലേക്കൊക്കെ പോകാനും സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും അഷ്ടമവ്യാഴം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. പൊതുവേ ധനപരമായ അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകളും കാര്യങ്ങളും ഉണ്ടാവുക, അതെല്ലാം 8-ലെ വ്യാഴം കൊണ്ടുണ്ടാവാം. അതുമാതിരി നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് തരുന്നതായ സമ്പാദ്യമൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ആരോഗ്യപരമായ ആവശ്യങ്ങൾ വന്ന് ഉപയോഗിക്കേണ്ടി വരിക. അത് ഒരു ഭൂമിയോ പ്രോപ്പർട്ടിയോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കേണ്ടതായ ഒരു സാഹചര്യങ്ങൾ വരിക, പാഴ്ചെലവുകൾ വരിക. നമ്മൾ വിചാരിക്കേണ്ട ധനപരമായ ക്ലേശങ്ങളും വരുത്തും വൃശ്ചികം രാശിക്കാർക്ക് ഈ അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അഷ്ടമ വ്യാഴം കൊണ്ട് ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളതായ സമയമാണ്. അതുകൊണ്ട് തന്നെ അവരത് കരുതി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എന്ത് കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കാൻ പോണായിട്ട് മുമ്പ് 2-3 വട്ടം ചിന്തിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുമാതിരി തന്നെ മൂത്തവരോടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് അന്വേഷിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ അഷ്ടമ വ്യാഴത്തിൻ്റെ സമയത്ത്. അതുമാതിരി തന്നെ ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് നീട്ടി വയ്ക്കുകയായിരിക്കും നല്ലത്. ഈ അഷ്ടമ വ്യാഴത്തിൻ്റെ സമയത്ത് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കാരണം അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല.
അതുമാതിരി തന്നെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളതായ ആളുകൾ ആ അഷ്ടമ വ്യാഴ സമയത്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നത്, കുറച്ചുകൂടി നീക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം അവർ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങളൊന്നും എത്തണമെന്നില്ല. അതവർക്ക് ഇരട്ടി ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഉണ്ടാക്കാം, ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാക്കാം. അതുമാതിരി കടം മേടിച്ച് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. കാരണം അവർ വിചാരിക്കുന്ന രീതിയിൽ കടം വീട്ടാനോ അതോ പറ്റിയെന്ന് വരില്ല, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളായിരിക്കും. അതുമാതിരി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായ കാര്യങ്ങളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ വഴക്കുകൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുമാതിരി ആളുകളായിട്ട് പെരുമാറുമ്പോൾ സംയമനം പാലിച്ച് പെരുമാറുക. ഇതെല്ലാം ഈ അഷ്ടമ വ്യാഴ സമയത്ത് വൃശ്ചികം രാശിക്കാർ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. പ്രസൻ്റ്ലി ഇവർക്ക് വ്യാഴ ഏഴിലാണ്. ഇപ്പോൾ വളരെ നല്ല ടൈമാണ്. അവർക്ക് ഒരുപാട് ഗുണങ്ങൾ അവർക്ക് തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. വിനോദയാത്രകൾ, സന്തോഷയാത്രകൾ, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. ഏഴിലെ വ്യാഴം എന്ന് പറയുന്നത് ദാമ്പത്യം, വിവാഹമൊക്കെ കുറിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ദാമ്പത്യ സുഖമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല കെമിസ്ട്രിയിൽ പോയിട്ടുണ്ടാവും. അതുമാതിരി തന്നെ കുടുംബത്തിലൊക്കെ നല്ല ഈണവും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. ജോലി കിട്ടാത്തവർക്കൊക്കെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുമാതിരി ജോലിയിൽ നല്ല വരുമാനം, അതുമാതിരി ജോലിയിൽ ഉയർച്ച, അതെല്ലാം ഈ ഏഴിലെ വ്യാഴം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് ബിസിനസ്സിലൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചവരൊക്കെ അത് തുടങ്ങി നല്ല രീതിയിൽ പോകുന്നതായ ഒരു സമയമായിരിക്കും ഏഴിലിപ്പോൾ വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. അതുമാതിരി തന്നെ വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായ ഒരു സമയമായിരിക്കും ഏഴിൽ വ്യാഴം നിൽക്കുന്നതായ ഒരു സമയത്ത്. ആരോഗ്യപരമായ നല്ല പുഷ്ടി ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി തന്നെ മാനസികമായ സുഖവും സന്തോഷമൊക്കെ അവർ ഈ സമയത്ത് ഇപ്പോൾ ഏഴിൽ വ്യാഴം നിൽക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇവിടുന്ന് ഇനി മാറാൻ പോകുന്നത് എട്ടിലേക്കാണ്. അഷ്ടമ വ്യാഴം നല്ല കഷ്ടം ഇവർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വൃശ്ചികം രാശിക്കാർ. അപ്പോൾ അവർ അത് സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ അവർക്ക് കുറേയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാര്യങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്ത് ഓരോ പ്രവൃത്തിയിലും അവരത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മകരക്കൂറുകാരുടെ വ്യാഴമാറ്റം ആണ് പറയുന്നത്. മകരക്കൂറുകാർക്ക് വ്യാഴമാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത്. 5-ലെ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം 6-ലേക്കാണ് പോകുന്നത്. 6-ലേക്ക് പോകുമ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാവും വ്യാഴം സൃഷ്ടിക്കുക. മെയ് 15, 2025 വ്യാഴമാറ്റം സംഭവിക്കുന്നത്. ഈ വ്യാഴമാറ്റത്തോടു കൂടി അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 6-ൽ വ്യാഴം വരുന്നതോടുകൂടി രോഗം, ദുരിതം ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. രോഗത്തിനെയൊക്കെ നമ്മൾ കാണുന്ന സ്ഥാനമാണ് 6 എന്ന് പറയുന്നത്. അതുമാതിരി കടം, ലോണ് ഇതൊക്കെ വരാൻ സാധ്യതയുള്ള സമയമായിരിക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇല്ലാത്ത രോഗങ്ങളൊക്കെ പുതിയതായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അതുമാതിരി ഓൾറെഡി ഉള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മൂർച്ഛിക്കാനും ഹോസ്പിറ്റൽ വാസം ഉണ്ടാവാനും അതുവഴി അനാവശ്യമായ ധനച്ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ശത്രു ശല്യമൊക്കെ ഉണ്ടാവണ ഒരു സമയമായിരിക്കും 6-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ശത്രുക്കൾ നമുക്ക് എതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഓഫീസിലാണെങ്കിലും നമുക്കെതിരെ ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവാനും നമ്മളെ പുറത്തേക്ക് തിരിക്കാനും നോക്കുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി മേലധികാരികളൊക്കെ ആയിട്ട് വഴക്കുണ്ടാവേണ്ടതായൊരു സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതെല്ലാം ജോലിയെ ബാധിക്കാം. അതുമാതിരി ധനവരവിനെയും ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും 6-ലെ വ്യാഴം കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരാനും കിട്ടാനും ഉള്ളതായ പേയ്മെൻറ്റുകൾ മുടങ്ങുക, അതിന് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് അതിന് അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞു വരാനും അവർ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കാത്ത ഒരു കാര്യങ്ങൾ വരാം. വ്യാപാര വ്യവസായികൾക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരാം ഒരു സമയമാണ് 6-ലെ വ്യാഴം കൊണ്ട്. നമ്മുടെ രേഖകളും കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറ്റിക്കപ്പെടാനോ അല്ലെങ്കിൽ അതുവഴി കേസും കോടതിയും വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി തന്നെ നമുക്ക് കർമ്മരംഗത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, കർമ്മരംഗത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. നമ്മുടെ കഴിവുകളൊന്നും നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാണ്ട് വരിക, നമ്മുടെ പെർഫോമൻസ് മോശമാവുക, അതുവഴി നമ്മുടെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും നമുക്ക് മറ്റുള്ളവരുടെ ബഹുജന മധ്യത്തിൽ അപമാനം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമായിരിക്കും ഈ 6-ലെ വ്യാഴം കൊണ്ട് എന്ന് പറയുന്നത്. അതുമാതിരി മ്ലേച്ഛന്മാരൊക്കെ ആയിട്ട്
കൂട്ടുകൂടുക. സ്വാഭാവികമായും അച്ഛന്മാരൊക്കെ ആയിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്കും വരും. അവരുടെ കൂടെ കൂടുമ്പോൾ നമ്മുടെയും കാര്യങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാപരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അവർ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരും. ഇരട്ടി അവർ വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിരിക്കും. അതുമാതിരി തന്നെ അവർക്ക് ചിലപ്പോൾ പരാജയ ഭീതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും ഈ ഒരു സമയം 6 വ്യാഴം നിൽക്കുമ്പോൾ. പ്രസൻ്റ്ലി അവർക്ക് വളരെ ഈ മകരക്കൂറുകാർക്ക് 5-ലാണ് വ്യാഴം. അത് വളരെ നല്ല അവസ്ഥയിലാണ് പ്രസൻ്റ്ലി ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് ഈ 5-ലെ വ്യാഴമാണ് മാറുന്നത്. അതവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനും സാധ്യതയുണ്ട്. 5-ലെ വ്യാഴം എന്ന് പറയുന്നത് സന്താന ഭാവമാണ്. അതുമാതിരി ബുദ്ധിയുടെയൊക്കെ ചിന്തിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് പ്രസൻ്റ്ലി അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി തന്നെ നല്ല രീതിയിൽ ധനപരമായ പുഷ്ടി ഉണ്ടായിട്ടുണ്ടാവാം. ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടാവാം. വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി, അതിലെല്ലാം ഉയർച്ച ഉണ്ടാവാം. സന്താനങ്ങളെ കൊണ്ട് ധനപരമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവാം. കാര്യവിജയം ഉണ്ടായിട്ടുണ്ടാവും. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു വിജയം ഉണ്ടായിട്ടുണ്ടാവും. വിദേശത്തൊക്കെ ജോലിക്ക് നോക്കിയവർക്കൊക്കെ അതേ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ബുദ്ധിക്കൊക്കെ ഒരു ഉണർവ് ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വിവാഹമൊക്കെ നടക്കാതിരുന്നതായ ഈ രാശിക്കാർക്ക് വിവാഹമൊക്കെ ചിലപ്പോൾ ഈ 5-ലെ വ്യാഴം കൊണ്ട് നടന്ന് കിട്ടിയിട്ടുണ്ടാവും. നല്ല ആലോചനകളൊക്കെ വന്നിട്ടുണ്ടാവും. അതുമാതിരി സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. മകരം രാശിക്കാർക്ക് പൊതുവെ ധനപരമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവും. ഈ 5-ലെ വ്യാഴം കൊണ്ട് കുടുംബത്തിലൊക്കെ നല്ല സുഖവും സന്തോഷവും ഈണവും ഉണ്ടായിട്ടുണ്ടാവും. നല്ല സഹകരണങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി ലോണോ EMI ഒക്കെ ഉള്ളതായ മകരം രാശിക്കാർക്ക് അതൊക്കെ അടച്ചു തീർക്കാനും അതിനൊക്കെ ഒരു സെറ്റിൽമെൻറ്റും പറ്റിയിട്ടുണ്ടാവും. മാനസികമായ സുഖവും സന്തോഷമൊക്കെ അവർ ഈ 5-ലെ വ്യാഴം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ഈ 5-ലെ വ്യാഴമാണ് 6-ലേക്ക് മാറാൻ പോകുന്നത്. സ്വാഭാവികമായും ഇവർക്ക് ഇതിൻ്റെ ഈ 6-ലെ വ്യാഴം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ശാരീരികമായി അവർ സൂക്ഷിക്കണം. ശാരീരികമായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാണ്ട് പരമാവധി അവർ നല്ല രീതിയിൽ ചിട്ടയോടുകൂടി ജീവിത രീതി കൊണ്ടുപോകണം. കാരണം ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കടം പരമാവധി എടുത്ത് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. കടമെടുത്ത് കാര്യങ്ങൾ ചെയ്യണതൊക്കെ കൂടുതൽ കടങ്ങൾ കൂടാനും പെരുകാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുമാണ് സാധ്യത വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. പരമാവധി അനാവശ്യമായ കാര്യങ്ങളിൽ ചിന്തിക്കാതിരിക്കുക. അതുമാതിരി തന്നെ വാക്കുമൂലം നമ്മുടെ പ്രവൃത്തി മൂലം വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും വാക്കുകൾ കൂട്ടുകാരോടാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അതുമാതിരി തന്നെ സമന്വയത്തോടു കൂടി ഓഫീസിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പ്രവർത്തിച്ചാൽ കുറേ കൂടി നല്ല റിസൾട്ട് കുറേ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മകരം രാശിക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. അത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഈ ഒരു സമയത്ത് 6-ലെ വ്യാഴം വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പൈസയൊക്കെ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ക്രെഡിറ്റൊക്കെ കൊടുക്കുന്നത് കുറയ്ക്കുക. കാരണം അതൊക്കെ തിരിച്ചു കിട്ടാനും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള സമയങ്ങളായിരിക്കും. ഈ ഒരു മകരം രാശിക്കാർക്ക് 6-ലെ വ്യാഴം കൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് 6-ലെ വ്യാഴത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി കർക്കിടകം രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങളാണ് പറയുന്നത്. കർക്കിടകം രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത്. അവർക്ക് വിഷമങ്ങളും തിക്താനുഭവങ്ങളാണ് വരാൻ പോകുന്നത്. കർക്കിടകം രാശിക്കാർക്ക് 2025 മെയ് 15 വ്യാഴം മാറുന്നത് 11-ൽ നിന്ന് 12-ലേക്കാണ്. 11 എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥാനത്ത് നിന്ന് 12-ലേക്കാണ് രാശി മാറുന്നത്. ഈ 12 എന്ന് പറയുന്നത് കടം, രോഗം, ദുരിതം ഇതെല്ലാം കുറിക്കുന്നതാണ്. സ്വാഭാവികമായും 12-ൽ വ്യാഴം വരുമ്പോൾ കടം വരും, രോഗം വരും, ബുദ്ധിമുട്ടുകളും എല്ലാം വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും.
കുടുംബത്തിൽ പൊതുവെ അസ്വാരസ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടു വീലറൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായൊരു സമയമാണ്. തട്ടും മുട്ടും ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. പുതിയ രോഗങ്ങളൊക്കെ പിടിപെടാനും അതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ചെറിയ രീതിയിലാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവാനും അതുവഴി ഹോസ്പിറ്റൽ വാസം ഉണ്ടാവാനും അതുവഴി അനാവശ്യമായ ധനച്ചെലവുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ലോണൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അതുമാതിരി തന്നെ നമ്മൾ ലോൺ എടുത്ത് വിചാരിച്ചതായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് അതൊന്നും നടക്കാണ്ട് വരിക, കടം പെരുകാനും സാധ്യത കൂടുതലുള്ളതായൊരു സമയമാണ് 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി നമ്മൾ കാലങ്ങളായിട്ട് സമ്പാദിച്ചു വെച്ച നമ്മുടെ ധനം, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യമൊക്കെ നമുക്ക് പ്രഷറും കാര്യങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ. നമുക്ക് ധനച്ചെലവുകൾ ധാരാളമായിട്ടുണ്ടാവാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനച്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി അനാവശ്യമായ യാത്രകളും യാത്രാ ക്ലേശവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഗുണമില്ലാത്തതായ യാത്രകൾ, അനാവശ്യമായ യാത്രകൾ അത് മാനസികമായും തളർത്തുക, ശാരീരികമായും തളർത്തുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. പൊതുവെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. അവർക്ക് ധനവരവ് കുറയാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റും കുറയാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ അവരൊക്കെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൊടുക്കുക, കാരണം തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കാം. അതുമാതിരി ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാര്യം ചീറ്റിങ്ങും ഫ്രോഡും അതുമാതിരി തന്നെ കേസും വഴക്കും വ്യവഹാരമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നമ്മൾ ബന്ധുക്കൾ എന്നുള്ള വിചാരിച്ചവർ തന്നെ ശത്രുക്കളായി മാറുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവും 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി ക്രയവിക്രയങ്ങൾ നടത്തുന്നതായ സമയങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയിലൊക്കെ പെർഫോമൻസ് മോശമാവുന്നത് വഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും അത് മേലധികാരികളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അതുമാതിരി തന്നെ പൊതുവെ മാനസികമായ പിരിമുറുക്കങ്ങൾ കൂടാനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് ശാരീരികമായി വേറെ രീതിയിൽ ബാധിക്കാനും സാധ്യതയുള്ളതായ സമയമാണ്. ശത്രുക്കളൊക്കെ കൂടാനും ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ പൊതുവെ നമ്മൾ വിചാരിക്കാത്ത പല രീതിയിലും നമുക്ക് പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ഇൻകം ഉണ്ടാവുമല്ലോ, ആ വരവിനേക്കാൾ കവിഞ്ഞ് ചിലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപമാനങ്ങളൊക്കെ ഉണ്ടാവാനും അവരുടെ സ്ഥാനനഷ്ടം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളതായൊരു സമയമാണ് 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അവർ സൂക്ഷിക്കേണ്ടതായൊരു സമയമാണ്. അതുമാതിരി റിയൽ എസ്റ്റേറ്റിലും ബിൽഡേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണവരുണ്ടെങ്കിൽ അവർ ക്രയവിക്രയം ഭൂമി നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പ്രോപ്പർട്ടി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ സൂക്ഷിക്കേണ്ടതായൊരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കുറയാമെന്ന് മാത്രമല്ല അവർക്ക് ധനപരമായ നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 12-ൽ വ്യാഴം വരുമ്പോൾ. പ്രസൻ്റ്ലി നമ്മുടെ കർക്കിടക കൂറുകാർക്ക് വ്യാഴം 11-ലാണ്. ഇപ്പോൾ വളരെ നല്ല സമയമായിട്ടാണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 11-ൽ നിന്നാണ് 12-ലേക്ക് വരുന്നത്. 11-ലെ വ്യാഴം കൊണ്ട് ഇവർ ഒരുപാട് പ്രോഫിറ്റുകളും ഗുണങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. കർമ്മത്തിലൊക്കെ ഒരുപാട് ഉയർച്ചയും ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വ്യാപാരി വ്യവസായികൾക്കൊക്കെ നല്ല പ്രോഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ബിസിനസ് വളരെയധികം എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടാവും അവർക്ക്. ശത്രുക്കളെയൊക്കെ നമുക്ക് ശത്രുജയമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതുമാതിരി മേലധികാരികളിൽ നിന്നൊക്കെ ഗവൺമെൻറ് ജോലിക്കാർക്ക് പ്രശംസ കിട്ടുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കോവർക്കേഴ്സിൽ നിന്നൊക്കെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ടാവും. ധനപരമായ നല്ല പുഷ്ടിയും പല രീതിയിലുള്ള ധനാഗമനം ഉണ്ടാവും വ്യാഴം 11-ൽ നിൽക്കുന്ന ഒരു സമയത്ത്. അതുമാതിരി തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാനും PG ഒക്കെ നല്ല, ഇപ്പോൾ മെഡിസിനൊക്കെ പഠിക്കണവർക്കാണെങ്കിൽ PG ചെയ്യാനും അതിനുള്ള സീറ്റൊക്കെ കിട്ടിയതായൊരു സമയമായിരിക്കും. അതുമാതിരി ട്രാൻസ്ഫറൊക്കെ ഗവൺമെൻറ് ജോലിയിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല സ്ഥലത്തൊക്കെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടാവും. അതുമാതിരി വിവാഹം കഴിയാതിരുന്നതായ കർക്കിടക കൂറുകാർക്ക് വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അതുമാതിരി
നല്ല ആലോചനകളൊക്കെ വന്നിട്ടുണ്ടാവും. നല്ല സുഖവും സൗഖ്യവും ഒക്കെ അവർ ഈ 11-ലെ വ്യാഴം കൊണ്ടുണ്ടാവും. 11 എന്ന് പറയുന്നത് ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമാണ്, ധനസ്ഥാനമാണ്. ഇത് രണ്ടും സാധിച്ചിട്ടുണ്ടാവും. പല കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നതായ വീട് വയ്ക്കലോ വാഹനം വാങ്ങലോ ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതുമാതിരി ധനപരമായ പുഷ്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടായിട്ടുണ്ടാവും ഈ 11-ലെ വ്യാഴം കൊണ്ട്. ഇതെല്ലാം മാറാൻ പോവുകയാണ് 12-ലേക്ക് വ്യാഴം വരുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക്. വ്യാഴം 12-ലേക്ക് വരുന്നതായ സമയത്ത് ധനപരമായ ശോഷിപ്പുണ്ടാവും. അതുമാതിരി കടങ്ങൾ എടുക്കേണ്ടതായ അവസ്ഥകളുണ്ടാവും, രോഗദുരിതങ്ങളും ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ശാരീരികമായ വൈഷമ്യങ്ങളുണ്ടാവാം. അത് മനസ്സിനെയും ബാധിക്കാം. ഇതൊക്കെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാം, വഴക്കുകൾ ഉണ്ടാവാം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവാം. അതുമാതിരി നാട്ടുകാരുടെ ഇടയിൽ നമുക്കുണ്ടായിരുന്ന ബഹുമാനത്തിലൊക്കെ പ്രശ്നങ്ങളും അത് കുറയാനും നമ്മളെ അപമാനിതനാവാനൊക്കെ ഉള്ളതായ സാഹചര്യങ്ങൾ 12-ലെ വ്യാഴം കൊണ്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്, ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിച്ച് ബിസിനസ്സുകാർ ധനപരമായ കാര്യങ്ങളിൽ സൂക്ഷിക്കുക. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ അത് ക്രയവിക്രയം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ജോലിയിലുള്ളവരൊക്കെ വഴക്കുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംയമനത്തോട് പെരുമാറുക. അതെല്ലാം ശ്രദ്ധിച്ച് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ കർക്കിടകം രാശിക്കാർക്ക് കുറേയൊക്കെ ഈ ദോഷകാഠിന്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. വ്യാഴമാറ്റം മേടം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത്. മേടം രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് മോശം ഫലങ്ങളാണ് വരാൻ പോകുന്നത്. 2025 മെയ് 15 വ്യാഴം മാറുന്നത് മേടം രാശിക്കാർക്ക് 2-ൽ നിന്ന് 3-ലാണ്. പ്രസൻ്റ്ലി വ്യാഴം 2-ലാണ് മേടം രാശിക്കാർക്ക് നിൽക്കുന്നത്. ഇത് 3-ലേക്കാണ് രാശിമാറ്റം നടത്തുന്നത്. 2-ൽ വളരെ നല്ല സമയത്തും ഇപ്പോൾ കടന്നു പോകുന്നതാണ് മാറി മോശം സമയത്തിലേക്ക് മാറുകയാണ്. സ്വാഭാവികമായും 3 എന്ന് പറയുന്നത് മനസ്സ്, ഭാഗ്യം അതെല്ലാം കുറിക്കുന്നതായതുകൊണ്ട് അതിനെല്ലാം ബുദ്ധിമുട്ട് വരാം. മാനസികമായ അസ്വസ്ഥതകൾ വരാം, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരാം, കാര്യതടസ്സം വരാം. അത് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും അതിൽ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുമാതിരി കർമ്മവൈകല്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. ഓഫീസിലൊക്കെ നമുക്കെതിരെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവാനും അതുവഴി മേലധികാരികളുടെ അപ്രീതിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളതായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജോലി പോകുന്നതിൻ്റെ പക്വത വരെ എത്താൻ സാധ്യതയുള്ള സമയമാണ്. വിദേശത്തൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ടതായ സമയമാണ്. അവർ ജോലി സ്ഥലത്താണെങ്കിലും വഴക്കുണ്ടാവാനും ഇതിനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുമാതിരി തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വർക്ക് സ്പേസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ 3-ലെ വ്യാഴം കൊണ്ട് മേടം രാശിക്കാർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ചെറിയ രീതിയിലുള്ളതാണെങ്കിലും ഹോസ്പിറ്റൽ വാസങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അനാവശ്യമായ പാഴ്ചലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വരവിന് കവിഞ്ഞ ചിലവുകളൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ് 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും 2ഉം 3ഉം വട്ടം ചെയ്യേണ്ടതായ അവസ്ഥകൾ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വ്യാപാര വിപണന മേഖലയിലുള്ളവരൊക്കെ പ്രോഫിറ്റ് വളരെയധികം കുറഞ്ഞു വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അവരുടെ പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ തൽക്കാലം 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. അത് നല്ല റിസൾട്ട് വിചാരിച്ച രീതിയിൽ 3-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് അവർക്ക് എക്സ്പാൻഷനൊന്നും വിചാരിച്ച രീതിയിൽ നടക്കില്ല. ലോണൊക്കെ EMI ഒക്കെ എടുക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ 3-ലെ വ്യാഴം കൊണ്ട് മേടം രാശിക്കാർക്ക് ഉണ്ടാവാം. അപ്രതീക്ഷിതമായ പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ. ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് ഇപ്പോൾ പറ്റിയൊരു സമയമല്ല. അവർ വിചാരിച്ച രീതിയിൽ സീറ്റൊന്നും കിട്ടാൻ സാധ്യതയുണ്ടാവില്ല. അതുമാതിരി ബന്ധുക്കളും ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്നവർ തന്നെ പേയ്മെൻറ്റോ നമ്മുടെ നിന്ന് കാശൊക്കെ വാങ്ങിപ്പോയാൽ വിചാരിച്ച രീതിയിൽ തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. പൊതുവേ ഭാഗ്യമൊക്കെ കുറഞ്ഞ് ഫീൽ ചെയ്യുന്നതായൊരു സമയമായിരിക്കും 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൊതുവേ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സംയമനത്തോടെ പെരുമാറിയില്ലെങ്കിൽ വഴക്കുകളൊക്കെ ധാരാളമായി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുശല്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ മേടം രാശിക്കാർക്ക്. അതുപോലെ തന്നെ
പരാജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരിക, അതുവഴി കാര്യപരാജയങ്ങൾക്ക് സാധ്യതയുള്ളതായൊരു സമയമാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നതായ മേഡം രാശിക്കാരാണെങ്കിൽ നല്ല ആലോചനകൾ വരാതിരിക്കുകയും അത് വഴി വിവാഹം വൈകി നീണ്ടും പോകാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും വ്യാഴം 3-ൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. കുടുംബത്തിൽ പൊതുവെ സ്വരച്ചർച്ചകളും ഉണ്ടാവാണ്ടിരിക്കുക, പൊതുവെ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവെ ടെൻഷനും ആദ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും 3-ലെ വ്യാഴം കൊണ്ട് മേഡം രാശിക്കാർക്ക്. പ്രസൻ്റ്ലി മേഡം രാശിക്കാർക്ക് വ്യാഴം 2-ലാണ്. 2 എന്ന് പറയുന്നത് ധനസ്ഥാനം, വാക്സ്ഥാനം എന്നാണ് പറയുക. 2-ലെ വ്യാഴം കൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ജോലി കിട്ടാത്തവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടാവും. ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാൻ പറ്റിയതായ സമയമാണ്. അതുമാതിരി തന്നെ PSC ഒക്കെ എഴുതിയവർക്ക് കിട്ടാൻ പറ്റിയതായൊരു സമയമാണ്. ഓൾറെഡി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതായ സ്ഥലങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുകയും ശത്രുബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നതായ അതുമാതിരി ശത്രു വിജയമൊക്കെ പറ്റിയതായൊരു സമയമാണ് 2-ൽ വ്യാഴം നിൽക്കുന്നതായ സമയം. ധനപരമായ നല്ല പുഷ്ടി അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അവർ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ രീതിയിൽ പല രീതിയിലും ധനം വരവ് ഉണ്ടായിട്ടുണ്ടാവും. അവർ ആഗ്രഹിച്ചിരുന്ന ഒരു വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവും. അതുമാതിരി ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ്സിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. വ്യാഴം 2-ൽ നിൽക്കുന്ന ഒരു സമയത്ത് മേഡം രാശിക്കാർക്ക് അതുമാതിരി തന്നെ വാക്ക് മൂലം അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവും. സെയിൽസിലാണെങ്കിലും അതുമാതിരി തന്നെ വക്കീൽമാരാണെങ്കിലും മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ളവർക്ക് അവരുടെ വാക്ക് മൂലം നല്ല റിസൾട്ടും അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവും. ആ പ്രൊഫഷനിലുള്ളവർക്ക് വക്കീൽമാരാണെങ്കിൽ കേസിലൊക്കെ വിജയിക്കുക, സെയിൽസിലും മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ വാക്കുകൊണ്ട് സെയിൽസൊക്കെ നടക്കുക, നല്ല കച്ചവടങ്ങൾ നടക്കുക, നല്ല പ്രോഫിറ്റ് കിട്ടുക, ഇതിനൊക്കെ പറ്റിയ സമയമാണ് വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ പ്രസൻ്റ്ലി മേഡം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ അവരുടെ ആരോഗ്യപരമായി നല്ല ഉയർച്ച ഉണ്ടാവുക, കണ്ണി തട്ടേണ്ടതൊക്കെ പുരുകത്തി തട്ടി പോവുക, ചെറിയ അസുഖങ്ങളായിട്ട് വന്ന് പോവുക, ജീവിതശൈലി രോഗങ്ങളൊക്കെ കൺട്രോൾഡായിട്ട് അവർക്ക് പോകുന്നുണ്ടാവും. ഇപ്പോൾ വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ പൊതുവേ അവർക്ക് എല്ലാ രീതി കൊണ്ടും അവർക്ക് ഗുണം ഇപ്പോൾ മേഡം രാശിക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ വ്യാഴം നല്ല വ്യാഴമാണ് 3-ലേക്ക് മാറാൻ പോകുന്നത്. 3-ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് അവർ പ്രവർത്തിക്കുക. ജോലി സ്ഥലത്താണെങ്കിലും വാക്കും ഇതൊക്കെ സംയമനത്തോടുകൂടി പെരുമാറുക, അതുമാതിരി കുടുംബത്താണെങ്കിലും അത് ശ്രദ്ധിച്ച് പെരുമാറുക, ധനപരമായി സൂക്ഷിച്ച് ചിലവാക്കുക, അനാവശ്യമായ പാഴ്ചെലവുകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക, ഊഹക്കച്ചവടം ഇതൊന്നും ഒഴിവാക്കുക. അതുമാതിരി തന്നെ കൺസ്ട്രക്ഷനിലാണെങ്കിലും ബിൽഡേഴ്സാണെങ്കിലും അവർ ഡോക്യുമെൻറ്റ്സും ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അതുമാതിരി വിറ്റുവരവൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക. ക്ലയൻസിൻ്റെ നിന്ന് പേയ്മെൻറ്റൊക്കെ വാങ്ങാനുള്ളത് നേരത്തെ വാങ്ങി വയ്ക്കുക. അതുമാതിരിയുള്ള ബിസിനസ്സുകാരൊക്കെ ക്രെഡിറ്റ് കൊടുക്കുന്നത് കുറയ്ക്കുക. ഇതെല്ലാം പൊതുവെ ചെയ്തു കഴിഞ്ഞാൽ 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷകാഠിന്യങ്ങൾക്കൊക്കെ നല്ല കുറവ് നമുക്ക് തന്നെ സൃഷ്ടിക്കാൻ പറ്റും മേഡം രാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കന്നി രാശിക്കാരുടെ വ്യാഴമാറ്റം കൊണ്ടുള്ള ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വ്യാഴമാറ്റം കൊണ്ട് കന്നി രാശിക്കാർക്ക് മോശം ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. 2025 മെയ് 15 വ്യാഴം മാറുമ്പോൾ കന്നി രാശിക്കാർക്ക് വ്യാഴം 9-ൽ നിന്ന് 10-ലേക്കാണ് മാറുന്നത്, രാശിമാറ്റം നടത്തുന്നത്. 9-ലെ വ്യാഴം കൊണ്ട് കന്നി രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭാഗ്യ കടാക്ഷവും ഈശ്വര കടാക്ഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം മാറി 10-ലേക്കാണ് വരുന്നത്. 10 എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ്. കർമ്മവ്യാഴം മോശമാണ്. വ്യാഴം കർമ്മവ്യാഴം എന്ന് പറയുന്നത് കർമ്മവൈകല്യങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുക. ജോലിയിൽ ട്രാൻസ്ഫർ ഉണ്ടാവും, അതുമാതിരി ജോലിയിൽ കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും കർമ്മവ്യാഴം. അതാണ് കർമ്മവ്യാഴത്തിനെ കൊണ്ട് പറയാം. ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ജോലി സ്ഥലത്ത് വഴക്കുകൾ ഉണ്ടാവാം, ജോലി സ്ഥലത്ത് ഈ ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ ദൂര സ്ഥലത്തൊക്കെ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും കർമ്മവ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ
സാധാരണ പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നമ്മുടെ കോവർക്കേഴ്സിൻ്റെ സഹകരണ കുറവുണ്ടാവുക, അതുമാതിരി മേലധികാരികളുമായിട്ട് പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അവർ വിചാരിച്ചതായൊരു ടാർഗറ്റൊന്നും പ്രൈവറ്റ് ജോലിയിൽ കർമ്മവ്യാഴം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സമയങ്ങൾ വരും. അതുമാതിരി തന്നെ നമുക്ക് കിട്ടാനുള്ളതായ ധനം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുകളൊക്കെ വരും. സ്വാഭാവികമായും കർമ്മത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ധനപരമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വരും. അതുമാതിരി തന്നെ ബിസിനസ്സിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റൊക്കെ വളരെയധികം കുറഞ്ഞു പോവുകയോ ആ ബിസിനസ് നിർത്തി വേറെ പുതിയ ബിസിനസ് തുടങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വരാം. അതുമാതിരി ഈ ജോലിയിലൊക്കെ ചെയ്യുമ്പോൾ ധാരാളം വർക്കുകളൊക്കെ വരാം. പക്ഷേ ആ വർക്കിനൊന്നും നമുക്ക് വിചാരിച്ചതായ ഒരു റിസൾട്ടും ധനവരവും ഇല്ലാത്തതായൊരു സാഹചര്യം വരിക. നമുക്ക് റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, കർമ്മത്തിൽ വൈകല്യം ഉണ്ടാവുക, നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക. അതുമാതിരി തന്നെ സ്വാഭാവികമായും ഇതുകൊണ്ടെല്ലാം ടെൻഷനും ബുദ്ധിമുട്ടും മാനസികമായ വിഷമങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്സ് ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇത് ശാരീരികമായ പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. അതുമാതിരി തന്നെ നമ്മൾ ചെയ്യുന്നതായ വർക്കിൽ, നമ്മൾ ചെയ്യുന്നതായ ജോലിയിൽ ഡിമോഷൻ കിട്ടുക, ട്രാൻസ്ഫർ കിട്ടുക, ഇതിനൊക്കെ പറ്റിയതായൊരു സമയമാണ്. ജോലി മാറാൻ നോക്കുന്നതായ കന്നി രാശിക്കാരുണ്ടെങ്കിൽ അതിന് പറ്റിയതായ സമയമല്ല 10ലെ വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. നമുക്ക് വിചാരിക്കും നമ്മൾ മാറിയ നല്ല രീതിയിലെത്തും, പക്ഷേ വിചാരിച്ച രീതിയിൽ അത് എത്തിപ്പെടണമെന്നില്ല. അതായത് നമ്മൾ എത്ര പെർഫോം ചെയ്താലും നമുക്ക് വിചാരിച്ചതായ ഒരു റിസൾട്ട് കർമ്മവ്യാഴം കൊണ്ട് കിട്ടാണ്ട് വരും. വിദ്യാഭ്യാസമൊക്കെ കുട്ടികൾ പഠിക്കുന്നതായ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മടി പിടിക്കുക, വിചാരിച്ച രീതിയിൽ പഠിക്കാണ്ടിരിക്കുക, അവർക്ക് വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, ഇതിനൊക്കെ പറ്റിയതായൊരു സമയമാണ്. ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് കർമ്മവ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ വിവാഹമൊക്കെ ആലോചന നടക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും കർമ്മവ്യാഴം കൊണ്ട്. ഓഫീസിൽ വളരെയധികം വഴക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയൊക്കെ നമ്മൾ വിചാരിച്ച രീതിയിൽ കപ്പിനും ചുണ്ടിനും എന്ന് പറഞ്ഞ മാതിരി തട്ടി പോകാൻ സാധ്യതയുള്ള സമയമാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ആളുകൾക്ക്. അവർ ഒരുപാട് അറ്റൻഡ് ചെയ്താലേ അവർക്ക് റിസൾട്ട് കിട്ടി ഒരു ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുമാതിരി നമ്മൾ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവുക, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ റിസൾട്ടും സക്സസ്സും ഉണ്ടാക്കി എടുക്കാൻ പറ്റാണ്ടിരിക്കുക. അതുമാതിരി കാര്യപരാജയം ഉണ്ടാവുക, നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് സക്സസ് കണ്ടുപിടിക്കേണ്ടത് നമ്മളതിൽ തോറ്റു പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവുക. ബന്ധുക്കൾ തന്നെ മിത്രങ്ങൾ തന്നെ ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ കൂടുന്നതായ ഒരു സമയമായിരിക്കും കർമ്മവ്യാഴം കൊണ്ട്. പൊതുവേ കർമ്മവ്യാഴം കൊണ്ട് ബുദ്ധിമുട്ടുകളായിരിക്കും കന്നി രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. പ്രസൻ്റ്ലി 9 എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്താണ് കന്നി രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത്. ഈ 9ലെ വ്യാഴം കൊണ്ട് കന്നി രാശിക്കാർ ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പ്രസൻ്റ്ലി അനുഭവിച്ചിട്ടുണ്ടാവും. അവർക്ക് ഭാഗ്യകടാക്ഷവും ഈശ്വരകടാക്ഷമൊക്കെ ഉണ്ടാവും. അവർ അപ്രതീക്ഷിതമായ രീതിയിൽ ധനവരവ് ഉണ്ടായിട്ടുണ്ടാവും, കാര്യവിജയം ഉണ്ടായിട്ടുണ്ടാവും. അവരെന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചപ്പോഴും അവർക്കൊരു വിജയം ഉണ്ടായിട്ടുണ്ടാവും. മുടങ്ങിക്കിടുന്നതായ പല കർമ്മങ്ങളും പുനരാരംഭിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അവർക്ക് വാഹനമില്ലാത്തവർക്ക് വാഹനഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനോ അതിൽ നിന്ന് മെച്ചമുണ്ടാക്കാനോ അവർക്ക് പറ്റിയിട്ടുണ്ടാവും. വിവാഹമൊക്കെ നടക്കാതായിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിവാഹം നടന്ന് കിട്ടിയിട്ടുണ്ടാവും. PG ഒക്കെ ചെയ്യാൻ നോക്കിയവർക്ക് ഇപ്പോൾ MBBS ആണെങ്കിലും BTech ആണെങ്കിലും BBA ഒക്കെ ആണെങ്കിലും അവർക്ക് PG കിട്ടാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനും സീറ്റ് കിട്ടിയിട്ടുള്ളതായ അവസ്ഥകളുണ്ടാവാം. ഗവൺമെൻറ് ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ കന്നി രാശിക്കാർക്ക് 9ൽ വ്യാഴം നിൽക്കുമ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. ജോലിയിൽ പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവാം. പൊതുവേ ശാരീരികമായ സുഖവും ആരോഗ്യമായ പുഷ്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഈ 9ൽ വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. അപ്രതീക്ഷിതമായ പല രീതിയിൽ ധനവരവ് ഉണ്ടായിട്ടുണ്ടാവാം. പുണ്യയാത്രകൾ വിനോദയാത്രകളൊക്കെ പോയിട്ടുണ്ടാവാം. നല്ല കുടുംബത്തിലെ സുഖവും സന്തോഷവും സൗഖ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഇണത്തോടെയും ഇമ്പത്തോടെയും പോയിട്ടുണ്ടാവാം. സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടാവാം. കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഈ 9ൽ വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. പൊതുവേ അവർക്കൊരു ഈശ്വര കടാക്ഷവും ഭാഗ്യവും ധനവരവും ഒക്കെ കൂടിയിട്ടുണ്ടാവാം ഈ 9ലെ വ്യാഴം കൊണ്ട്. പക്ഷേ ഈ 9ലെ വ്യാഴമാണ് മാറി കർമ്മവ്യാഴമാവാൻ പോകുന്നത്. കർമ്മവ്യാഴം എന്ന് പറയുന്നത് നമ്മൾ കർമ്മവൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമായും കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ധനവരവിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം വഴക്കും മടിയും സ്ട്രെസ്സും ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും. ഇത് ശാരീരികമായും ബാധിക്കും. ഇതെല്ലാം കുടുംബത്തിലും ഇതിലും ഓഫീസിലും എല്ലാവരുടെയും പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്.
അപ്പോൾ ശ്രദ്ധിച്ച് കർമ്മവ്യാഴമാണ്, കർമ്മത്തിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പറ്റാവുന്നതും വൃത്തിയായിട്ടും നീറ്റായിട്ടും ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. വളരെ നല്ല പെർഫെക്റ്റായിട്ടും ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി അലസതയിൽ നിന്നെല്ലാം മാറ്റാൻ നോക്കുക. വിദ്യാർത്ഥികളാണെങ്കിലും അലസതകളൊക്കെ മാറ്റി ചെയ്യാൻ നോക്കുക. കർമ്മത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കന്നി രാശിക്കാർക്ക് കർമ്മവ്യാഴത്തിൻ്റെ ദോഷങ്ങളിൽ ഒരുപാട് പരിഹാരമായി കിട്ടുമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ജന്മത്തിലെ വ്യാഴം കൊണ്ട് പാഴ്ചെലവുകളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കൂടിയിരിക്കാൻ സാധ്യതയുണ്ട് മിഥുനം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ കാര്യപരാജയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയാണ്ട് കാര്യങ്ങളിലൊക്കെ വിഘ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ധനാഗമനം ഇല്ലാണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ വിറ്റുവരവിന് ബുദ്ധിമുട്ടുകൾ വരിക, അതിനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള അസുഖങ്ങളാണെങ്കിലും അതുവഴി ഹോസ്പിറ്റൽ വാസവും അതുവഴി ധനച്ചെലവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ നമ്മുടെ പൊതുജന മധ്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നതായ ഒരു ബഹുമാനം കുറഞ്ഞു വരാനും നമുക്കെതിരെ അപമാനങ്ങളും അപവാദങ്ങളും പറഞ്ഞു വരുത്താനൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ. പൊതുവേ ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാവാം. അതുമാതിരി തന്നെ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇതിനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി വ്യാഴം 12-ലാണ് നിൽക്കുന്നത്. 12-ലെ വ്യാഴം കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇപ്പോൾ പ്രസൻ്റ്ലി അവർ അനുഭവിക്കുന്നുണ്ടാവും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. മാനസികമായ പ്രശ്നങ്ങളും സ്ട്രെസ്സും പിരിമുറുക്കങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും. വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാവുകയും അവർക്ക് പഠനത്തിൽ വിചാരിച്ച റിസൾട്ട് കിട്ടാണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ടാവും. വിവാഹമൊക്കെ കഴിയാത്തവരാണെങ്കിൽ അത് വീണ്ടും നീണ്ടുപോകുന്നതായ സാഹചര്യങ്ങൾ 12-ലെ വ്യാഴം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി തന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മൂർച്ഛിക്കുകയും അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ലോണുകളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളും മിഥുനം രാശിക്കാർ പ്രസൻ്റ്ലി കടന്നു പോകുന്നുണ്ടാവും 12-ലെ വ്യാഴം കൊണ്ട്. ഈ വ്യാഴമാണ് പിന്നെ ജന്മത്തിലേക്ക് വരുന്നത്. ജന്മത്തിലെ വ്യാഴം കൊണ്ടും നല്ല ഫലങ്ങളല്ല മിഥുനം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഓഫീസിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനപരമായ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമായിരിക്കും വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ ധനസ്ഥാനത്തേക്ക് ജന്മത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ 2-ലേക്ക് മാറുന്നുണ്ട് വ്യാഴം. അപ്പോൾ നല്ല ഒരു സമയമാണ് വരാൻ പോണത്. 2-ലെ വ്യാഴം എന്ന് പറയുന്നത് ധനസ്ഥാനവും വാക്സ്ഥാനവുമാണ്. ധനപരമായ ഉയർച്ച ഉണ്ടാവും. നമുക്ക് ജോലിയിലും ഇതിലും നമുക്ക് വിചാരിച്ച് നമ്മൾ പറയുന്നത് ആൾക്കാരെ കേൾക്കുകയും ബഹുമാനമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടാവും. ധനപരമായ പ്രശ്നങ്ങളും എല്ലാവരിലും മാറും വ്യാഴം 2-ലേക്ക് വരുമ്പോൾ. അത് 2026 വരെ. പ്രസൻ്റ്ലി 2025-ലും മിഥുനം രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി മീനം രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് നല്ല ഫലങ്ങളല്ല മോശം ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. വ്യാഴം 3-ൽ നിന്ന് 4-ലേക്കാണ് മാറുന്നത്. 3-ൽ നിൽക്കുന്ന വ്യാഴം മീനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. അതിൽ നിന്ന് ഇപ്പോൾ മാറുന്നത് 4-ലേക്കാണ്. 4-ഉം നല്ലൊരു ഫലങ്ങളല്ല മീനം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. 4 എന്ന് പറയുന്നത് മനസ്സ്, കുടുംബം, പേരൻസിനൊക്കെ കുറിക്കുന്നതാണ് 4-ാം ഭാവം എന്ന് പറയുന്നത്. 4-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം, ആങ്സൈറ്റിയും പെയിനും ഒക്കെ ഉണ്ടാവാം. അത് സ്വാഭാവികമായും പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് വരാം, ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് ഉണ്ടാക്കാം. പൊതുവെ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഓഫീസിലാണെങ്കിലും നിസ്സഹകരണങ്ങൾ ഉണ്ടാവാനും മേലധികാരികളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ 4-ൽ വ്യാഴം നിൽക്കുമ്പോൾ
മീനം രാശിക്കാർ വളരെ സംയമനത്തോടെ പ്രവർത്തിക്കേണ്ടതായൊരു സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾക്കാണെങ്കിലും ഹോസ്പിറ്റൽ വാസങ്ങൾ വരാനും അതുവഴി പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. 4 വ്യാഴം നിൽക്കുമ്പോൾ ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറാനും ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. മീനം രാശിക്കാർക്ക് വ്യാഴം 4ലേക്ക് പോകുന്നതായ സമയത്ത് 2 വീലറൊക്കെ ഉപയോഗിക്കുന്നതായ മീനം രാശിക്കാർ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. 4 വ്യാഴം നിൽക്കുന്നതായ സമയത്ത് തട്ടുമുട്ടൊക്കെ ഉണ്ടാവാനും അതുവഴി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളായ മീനം രാശിക്കാരിൽ 4 വ്യാഴം നിൽക്കുമ്പോൾ ഇരട്ടി പഠിച്ചാലേ അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതുമാതിരി മത്സര പരീക്ഷയൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമേ അവർക്കത് കവർ ചെയ്യാനും ക്ലിയർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. മാനസികമായ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം 4 നിൽക്കുമ്പോൾ. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് കുറേയൊക്കെ അതിന് പരിഹാരം കിട്ടും. ജോലി സ്ഥലത്താണെങ്കിലും സമയത്തോടെ പ്രവർത്തിക്കുക. അതുമാതിരി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ധനം ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ക്രെഡിറ്റ് കൊടുക്കുന്നതൊക്കെ കുറയ്ക്കുക. അതുമാതിരി കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കുക. ബിസിനസ്സും ശ്രദ്ധിച്ച് ചെയ്താൽ അതിൽ പ്രശ്നമില്ലാണ്ട് പോകാൻ പറ്റും. ഈ 4 വ്യാഴം നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായൊരു സമയമാണ് 4 വ്യാഴം. ധനപരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാവാം. ധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് തിരിച്ച് കിട്ടാത്തതായ സാഹചര്യങ്ങൾ വരാം. നമ്മൾ വിശ്വസിക്കുന്നതായ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ തന്നെയാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായൊരു സമയമാണ്. അതുമാതിരി ഭൂമി ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 4 വ്യാഴം നിൽക്കുന്നതായ സമയത്ത് പൊതുവേ 4 വ്യാഴം മോശം ഫലങ്ങളായിരിക്കും മീനം രാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.